സോഷ്യൽ ഫോറം ഒമാൻ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ പരസ്പര ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്ന വിഷയം ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു വെബിനാറാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, പഴയകാല ഓർമ്മകളിൽ കുടുംബങ്ങളുടെ സംവിധാനങ്ങളൊക്കെ മാറിയതിനു ശേഷം ആളുകൾ അണുകുടുംബമായി ജീവിക്കാൻ തുടങ്ങുകയും ടെക്നോളജിയുടെ വരവ്, വിശിഷ്യ മൊബൈൽ ഫോണിന്റെ ഒക്കെ കടന്നുകയറ്റത്തിന് ശേഷം ആളുകളുടെ സൗഹൃദ ബന്ധത്തിലും കുടുംബ ബന്ധത്തിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ നമ്മുടെ ഓരോ ആളുകളുടെയും ജീവിതത്തിൽ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുകയാണ്. പഴയകാല സൗഹൃദങ്ങളുടെ രീതിയിലല്ല ഇന്ന് നമ്മുടെ സൗഹൃദങ്ങളും സംഭാഷണങ്ങളും ജീവിതങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും പുതിയ കാലത്ത് നമ്മുടെ ബന്ധങ്ങളിൽ പഴയകാല രീതിയെ വെച്ച് നോക്കുമ്പോൾ പുതിയ കാലത്തുള്ള നമ്മുടെ ബന്ധങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിരിക്കുന്നു. ആളുകളിൽ ഇന്റിമേറ്റ് ആയിട്ടുള്ള സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളുടെയൊക്കെ ബന്ധങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ പരസ്പര ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്ന ടോപ്പിക്കുമായി സംവദിക്കാനാണ് ഈ ഒരു വെബിനാർ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വെബിനാർ നമ്മോട് സംവദിക്കുന്നത് പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറും കൗൺസിലറും ട്രെയിനറും എല്ലാറ്റിലും ഉപരി അബുദാബി മോഡൽ സ്കൂൾ ഹെഡ് മാസ്റ്ററുമായ ബഹുമാന്യ അബ്ദുൾ റഷീദ് അവറുകളാണ്. അദ്ദേഹത്തെ ആദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിലേക്ക് ഞങ്ങളുടെ എളിയ ഇൻവിറ്റേഷൻ, ക്ഷണം സ്വീകരിച്ച് പരിപാടിയിൽ ജോയിൻ ചെയ്ത മുഴുവൻ സുഹൃത്തുക്കൾക്കും സോഷ്യൽ ഫോറം ഒമാന്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് പരസ്പര ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്ന വിഷയം കൈകാര്യം ചെയ്യാൻ ബഹുമാനപ്പെട്ട അബ്ദുൾ റഷീദ് മാസ്റ്ററെ ക്ഷണിക്കുന്നു. സോഷ്യൽ ഫോറം ഒമാൻ എന്ന സംഘടനയുടെ ഭാവാത്മകമായ സാരഥികളെ, കർമ്മകുശലരായ പ്രവർത്തകരെ, സോഷ്യൽ ഫോറത്തിന്റെ അഭ്യുദയകാംക്ഷികളെ, സഹകാരികളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ് ഈവനിങ് ടു വൺ ആൻഡ് ഓൾ. ഇവിടെ സ്വാഗത പ്രഭാഷണത്തിൽ എന്നെ സ്പർശിച്ച ഒരു പ്രയോഗം, പഴയകാല ഇന്ത്യയിൽ നിന്നും വ്യത്യസ്തമായി പരസ്പര ബന്ധങ്ങൾക്ക് എന്തോ കോട്ടം സംഭവിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ആ ഒരു പ്രയോഗം കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത്, ഉടനെ ഒരു നോവിലെ പൊട്ടിക്കരഞ്ഞു പിറന്നവർ, ഒരു വെൺമുലപ്പാലേ കുടിച്ചു വളർന്നവർ, ഒരു താമ്പാളത്തിൽ നിന്നുണ്ടവർ, കെട്ടിപ്പിടിച്ചൊരുമിച്ചുറങ്ങിയോർ, ഒരു വീട്ടിലെ മക്കൾ നമ്മൾ ഇന്നലെയോളം. അതാണ് ഇന്നലകളുടെ കഥ. നമ്മളൊരു വീട്ടിലെ മക്കളെ പോലെ നമ്മുടെ രാജ്യത്ത് നമ്മൾ കഴിഞ്ഞു.
നമ്മളാരും പരസ്പര ബന്ധങ്ങളുടെ മനഃശാസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ ഫോർഒർഡൈൻഡ് ഫാസിനേഷൻസ്, നമ്മുടെ മുമ്പ് ഗമിച്ച മഹാരഥന്മാരായ നമ്മുടെ നായകന്മാർ ചില ജീവിത മൂല്യങ്ങൾ അവർ ജീവിതത്തിൽ കരുതിയിരുന്നു, പ്രകാശിപ്പിച്ചിരുന്നു, സന്നിവേശിപ്പിച്ചു. അതിന്റെ ഗുണഭോഗം ചെയ്തവരാണ് നാം. അപ്പോൾ കെട്ടിപ്പിടിച്ചൊരുമിച്ചുറങ്ങിയോർ ഒരു വീട്ടിലെ മക്കൾ നമ്മൾ ഇന്നലെയോളം. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇന്ന് പകനീറും കണ്ണുമായി തോക്കിൻ കുഴലൻ നേർക്കോ നിൻ മാറത്തോ ചുണ്ടുന്നു. തീ തുപ്പുമ്പോൾ എന്നുള്ളമോ നിന്നെഞ്ഞോ പൊട്ടുന്നു. ആ നിലവിളിക്കുന്നോരമ്മ ഹിന്ദുവോ മുസ്ലിമോ? ആ നിലവിളിയുടെ ഭാഷ രണ്ടാമോ? കരയുന്നത് നിന്റെ തന്നെ പെങ്ങളെന്നും വരളുന്നത് പഞ്ചനദി തൻ അലിവെന്നും അറിയാൻ സമയമായി കഴിഞ്ഞില്ലെന്നോ? ഈ വീണ മക്കൾക്കിടക്കാർത്തയായി കുനിഞ്ഞയ്യോ മുഖമോരോന്നോരോന്ന് തിരഞ്ഞും പിടഞ്ഞുഴർന്നോടിയും അത്യുച്ചത്തിൽ ഭ്രാന്തിയായി കേഴുന്നതീ നാടാണ്, നിന്നമ്മയാണെന്നറിയുന്നീലേ. ഏത് പൂർവിക പാപശാപമാണിത്? ചോരയേറെ വീണെരിഞ്ഞിട്ടും കണ്ണുനീരാറായി ധാരധാരയായി കഴുകിയിട്ടും മായാത്തതെന്തേ ശാപം സോദര? നിൻ ബാഹുവിൻ തണലിൽ ഏതുകാലത്തീ ഇന്ത്യ ശാന്തയായുറങ്ങിയിടും. നിൻ ബാഹുവിൻ തണലിൽ ഏതുകാലത്തീ ഇന്ത്യ ശാന്തയായുറങ്ങിയിടും. മടങ്ങി വരാനിനി കാലമെന്താവും ഇന്ത്യ? തുറന്നു കിടക്കുമീ വാതിലിനാരേ തുണ? മടങ്ങി വരാനിനി കാലമെന്താവും ഇന്ത്യ? തുറന്നു കിടക്കുമീ വാതിലിനാരേ തുണ? സോഷ്യൽ ഫോറം ഒമാൻ തുണ. പ്രവാസികൾക്കിടയിലും ഇന്ത്യക്കാർക്കിടയിലും നിരവധി രാജ്യത്തോട് സ്നേഹമുള്ള, രാജ്യത്തോട് കൂറുള്ള, രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറുള്ള, സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മന്ത്രധ്വനികൾ മുഴക്കിക്കൊണ്ട് ഇന്ത്യ അകപ്പെട്ടിരിക്കുന്ന ഈ കെണിയിൽ നിന്ന് അതിനെ വിമോചിപ്പിക്കുവാനുള്ള ഒരു ശക്തി ഉയർന്നു വരിക തന്നെ ചെയ്യും. ആ യാത്രയിലേക്കുള്ള ഒരു എളിയ കാൽവെപ്പ് കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ഈ രാത്രിയിലെ ഈ സംഗമം. വെള്ളിയാഴ്ച സന്ധ്യകളിൽ ലോകം മുഴുവനും, അറബ് രാജ്യങ്ങളിൽ മുഴുവനും എന്റർടൈൻമെന്റ് നടക്കുമ്പോൾ, കളിച്ചിരി തമാശകൾ നടക്കുമ്പോൾ, റിലാക്സ് ചെയ്യുമ്പോൾ നമ്മളിവിടെ കുറച്ചു പേര് എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മളെ എന്തോ ഒന്ന് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്, നമ്മളെ എന്തോ ഒന്ന് അലട്ടുന്നുണ്ട്, എന്തോ ഒന്നിന് നാം പരിഹാരം തേടുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ കെമിസ്ട്രി, പരസ്പര ബന്ധങ്ങൾ തകിടം മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരസ്പര ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു വിഷയം നാം എല്ലാവരും വളരെ ഉൾക്കാഴ്ചയോടുകൂടി മനസ്സിലാക്കേണ്ട ഒന്നാണ്. മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ അത് പാലിക്കേണ്ടതും കൂടിയാണ്. മാത്രം പോരാ, മറ്റുള്ളവർക്ക് നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ പകർന്നു കൊടുക്കുകയും കൂടി ചെയ്യേണ്ടതാണ്. ഇതൊരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല,
ഒരു കുടുംബം എന്ന നിലയിൽ മാത്രമല്ല, ഇതൊരു രാഷ്ട്രം എന്ന നിലയിലും, ഇത് രാഷ്ട്രങ്ങൾക്കിടയിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന നിലയിലും ഇന്ന് ഒരു ഗ്ലോബൽ വില്ലേജാണ്. രാഷ്ട്രങ്ങൾക്കിടയിലുള്ള പരസ്പര ബന്ധം എന്ത്, ഒരു രാജ്യത്തെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിലുള്ള പരസ്പര ബന്ധം എന്ത്, എങ്ങനെ അത് ഊഷ്മളവും പ്രത്യുൽപ്പന്നമതിത്വമുള്ളതും എങ്ങനെ അത് സാർത്ഥകവുമാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് അവിടെ നടക്കാൻ പോകുന്നത്. വാസ്തവത്തിൽ വിഷയം വളരെ വലുതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ സമയം വളരെ ചെറുതാണ്. നമ്മുടെ ഓഡിയൻസ് ആണെങ്കിൽ ഇപ്പൊ ഒരു 74 എത്തി നിൽക്കുകയാണ്, ഞാനടക്കം. ഒരു പക്ഷേ കൂടുതൽ പേര് ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോ ഇതിന്റെ ഒരു മുഖവുര ഞാൻ കുറച്ചൊന്ന് നീട്ടി പറയും. കാതലായ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നതിന് വേണ്ടി 1-2 കാര്യങ്ങൾ ഞാൻ പരാമർശിക്കുകയാണ്. അതെന്താന്ന് ചോദിച്ചാല്, നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ എത്രയാണ്? 138 കോടിയാണ്. എന്താണ് ഈ ജനസാമാന്യത്തിന്റെ ഒരു സവിശേഷത? മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ 132 കോടി ജനങ്ങൾ ലോകത്തെ ഏറ്റവും പ്രബലങ്ങളായ 8-ൽ പരം മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. വൈവിധ്യം, നാനാത്വം. തീർന്നില്ല, 2500 ജാതികളും 30,000 ഉപജാതികളിലുമാണ് ഇവർ വിശ്വസിക്കുന്നത്. വൈവിധ്യം, നാനാത്വം. 28 പ്രാദേശിക സംസ്ഥാനങ്ങളിലും 9 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഇവർ ജീവിക്കുന്നത്. പ്രാദേശികതയുടെ വൈവിധ്യം, നാനാത്വം. 800-ൽ പരം ഭാഷകളിൽ പരസ്പരം സംസാരിക്കുന്ന ആളുകളാണ്. 800-ൽ പരം ഭാഷകളിൽ ആശയ സംവേദനം നടത്തുന്നവരാണ് ഈ 138 കോടി ജനങ്ങൾ. ഏറ്റവും അപ്ഡേറ്റഡ് ആയ കണക്കാണ് ഞാൻ പറയാം. വൈവിധ്യം, നാനാത്വം. ഈ വൈവിധ്യങ്ങൾക്കിടയിലും ഈ നാനാത്വങ്ങൾക്കിടയിലും ഒരു ഏകത നമ്മുടെ പൂർവികർ കണ്ടിരുന്നു. മഹാത്മാഗാന്ധി കണ്ടിരുന്നു, ജവഹർലാൽ നെഹ്റു കണ്ടിരുന്നു, പല പ്രമുഖ വ്യക്തികൾ, മൗലാന അബുൽ കലാം ആസാദ് കണ്ടിരുന്നു. പിന്നീട് നമ്മുടെ ജാഗ്രത കുറവുകൊണ്ട്, ഇന്ത്യ രാജ്യത്തെ യഥാർത്ഥ പൗരന്മാരുടെ ജാഗ്രത കുറവുകൊണ്ട് നമുക്കിന്നത് വലിയ തോതിൽ കൈമോശം വന്നിരിക്കുന്നു. നമുക്കത് വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. ആ വീണ്ടെടുപ്പിന് നമുക്ക് പരസ്പര ബന്ധങ്ങളുടെ മനഃശാസ്ത്രം ഇന്ത്യ രാജ്യം ഉടനീളം നടന്ന് പ്രചരിപ്പിക്കേണ്ടിയിരിക്കുന്നു. വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ, വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ, വിവിധ ജാതി വിഭാഗങ്ങൾക്കിടയിൽ, വിവിധ സെക്സ് വിഭാഗങ്ങൾക്കിടയിൽ, വിവിധ പ്രാദേശിക വിഭാഗങ്ങൾക്കിടയിൽ, വിവിധ ഭാഷാ വിഭാഗങ്ങൾക്കിടയിൽ എങ്ങനെ സഹവർത്തിത്വത്തോടും ഐക്യത്തോടും കൊളാബറേഷനോടും ക്രിയേറ്റിവിറ്റിയോടും ക്രിട്ടിക്കൽ തിങ്കിങ്ങിനോടും കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഞാൻ ഈ വേളയിൽ ഓർക്കുന്ന ഒരു പ്രധാന കാര്യം, ഡോക്ടർ APJ അബ്ദുൽ കലാം, ഇന്ത്യ രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റും ശാസ്ത്രജ്ഞനുമായിരുന്ന അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇന്ത്യ must stand up to the world, not only as a military power, but as economic power too. Why? Because strength only respects strength. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇന്ത്യ must stand up to the world. ഇന്ത്യ രാജ്യം ലോകോത്തര നിലവാരത്തിൽ ഉയരണം. സ്റ്റാൻഡ് അപ് ടു ദ വേൾഡ്, ലോക നിലവാരത്തിൽ ഇന്ത്യ എത്തണം. നോട്ട് ഓൺലി ആസ് എ മിലിറ്ററി പവർ, ഒരു സൈനിക ശക്തി എന്ന നിലയിൽ മാത്രമല്ല, ബട്ട് ആസ് എൻ എക്കണോമിക് പവർ ടു, ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിൽ കൂടി. എന്തിന്? വൈ? ബിക്കോസ് സ്ട്രെങ്ത് ഓൺലി റെസ്പെക്ട് സ്ട്രെങ്ത്. ശക്തി ശക്തിയെ ആദരിക്കൂ. ഓ, വണ്ടർഫുൾ! എത്ര മനോഹരമായ, എത്ര യാഥാർത്ഥ്യനിഷ്ഠമായ കണ്ടെത്തൽ. മക്കളെ, ശക്തി ശക്തിയെ ആദരിക്കൂ. നിങ്ങൾ ദുർബലരാണോ? ഒരു സമുദായം എന്ന നിലയിൽ നിങ്ങൾ ദുർബലരാണോ? ഒരു ഭാഷാ സമൂഹം എന്ന നിലയിൽ നിങ്ങൾ ദുർബലരാണോ? ഒരു പ്രാദേശിക സമൂഹം എന്ന നിലയിൽ നിങ്ങൾ ദുർബലരാണോ? തീർന്നു.
ദുർബലന്റെ വിട്ടുവീഴ്ച ദൗർബല്യമാണ്, ജീർണതയാണ്, അത് സബ്മിഷനാണ്, അടിമ മനോഭാവമാണ്. ഞാൻ വിട്ടുവീഴ്ച ചെയ്തു എന്ന് ഇവിടെ പല ദുർബലരും പറയാറുണ്ട്. അത് ശത്രുവിന്റെ മനസ്സിൽ സൃഷ്ടിക്കുന്നത് എന്താണെന്നറിയോ? സബ്മിഷനാണ്. സബ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അടിയറവ് പറയലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ രാജ്യം വളരണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളരണമെങ്കിൽ അതിന് അനുബന്ധമായ പല ഘടകങ്ങളും വളരേണ്ടിയുണ്ട്. ശാസ്ത്ര രംഗത്ത് അഭ്യുന്നതി പ്രാപിക്കണം, സാങ്കേതിക രംഗത്ത് അഭ്യുന്നതി പ്രാപിക്കണം, ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത്, ടൗൺഷിപ്പ് രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ഇങ്ങനെ ജീവിതത്തിന്റെ നാനാതുറകളിലും സാംസ്കാരിക നാഗരിക രംഗങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകുന്ന വികാസമാണ് ഒരു സാമ്പത്തിക ശക്തിയായിട്ട് ഒരു രാഷ്ട്രത്തെ മാറ്റുന്നത്. അപ്പൊ വെറും കുറെ ആളുകളുടെ കയ്യിൽ ആയുധം കൊടുത്തിട്ട് നമ്മൾ വലിയ സൈനിക ശക്തിയാണെന്ന് പറഞ്ഞാൽ കഥയില്ല. കഥയുണ്ടാകുന്നത് നമ്മളൊരു സാമ്പത്തിക ശക്തിയായിട്ട് മാറുമ്പോഴാണ്. അപ്പോഴാണ് മറ്റു രാജ്യങ്ങൾ ഇന്ത്യ രാജ്യത്തെ ആദരിക്കുക, ബഹുമാനിക്കുക. മറ്റു രാജ്യത്തിലെ പൗരന്മാർ ഇന്ത്യ രാജ്യത്തെ പൗരന്മാരെ ആദരിക്കുക, ബഹുമാനിക്കുക. നമുക്കൊരു ഇച്ചിരി ആദരവ് കുറവില്ലേ മറ്റു രാജ്യങ്ങളിൽ ചെല്ലുമ്പോ? ഇല്ലേ? എന്താ കാരണം? നമ്മൾ സാമ്പത്തിക ശക്തിയല്ല എന്നുള്ള ഒറ്റ കാരണം. അമേരിക്കയിൽ നിന്ന് വരുന്നവനും ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നവനും ഫ്രാൻസിൽ നിന്ന് വരുന്നവനും കിട്ടുന്ന ആദരവും ബഹുമാനവും പാക്കേജും ഇന്ത്യക്കാരായ നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? വി ആർ നോട്ട് ആൻ എക്കണോമിക് പവർ. ദാറ്റ് ഈസ് ദ റീസൺ. അപ്പോ ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളരണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ പാരസ്പര്യം, സാഹോദര്യം, സഹവർത്തിത്വം, ആ ഹ്യൂമൻ പൊട്ടൻഷ്യൽസിനെ, എന്താ 138 കോടി ജനങ്ങളാണ്, 1-2 ആണോ? അഭൂതപൂർവമായ മനുഷ്യ വിഭവശേഷിയല്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, ആരെങ്കിലും അവരോട് അൺമ്യൂട്ട് ചെയ്തിട്ട് ഉത്തരം പറയണം. ലോകത്ത് പണത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? പണത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ആരെങ്കിലും ഒരാൾ പറ. നമ്മള് ഇവൻ പറഞ്ഞ പോലെ, ആ പയ്യൻ പറഞ്ഞില്ലേ കുഴപ്പമില്ലാന്ന്. നമുക്ക് കുഴപ്പമില്ല, നിങ്ങൾ എന്തുകൂടി പറഞ്ഞോ. ചിലത് ശരിയാവും, ചിലവരുടെ ശരിയാവില്ല, പക്ഷെ നമുക്ക് കുഴപ്പമില്ല. ഈ ഒരു മനോഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തും വിളിച്ചു പറയാം. അതാണ് മോട്ടിവേഷണൽ ഗുരു എന്ന് പറയുന്ന ആ പയ്യനായി മാറിയത്. അവനൊരു സുപ്രഭാതത്തിൽ അവൻ എന്തായി ഒരു താരമായി മാറി, ഒരു താരമായി ഉയർന്നു വന്നു. അത് ഇന്നേറ്റ് പൊട്ടൻഷ്യലാണ്, ആ കോൺഫിഡൻസ്. മനസ്സിലായോ? മറ്റുള്ളവരെന്ത് പറയുന്നു, മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു, ആ പയ്യൻ അത് വിഷയമായിരുന്നില്ല. അവൻ പറഞ്ഞു നമുക്ക് കുഴപ്പമില്ല, ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവും, പറഞ്ഞോളൂ. അപ്പൊ എന്താ ചോദ്യം? പണത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ത്? ഞാൻ പേര് ചോദിച്ചു പറയിക്കേണ്ടി വരുമോ? പന്തളം നിയാസായി പറ. മാൻ പവർ. അപ്പോഴേ നിങ്ങള് കടയിൽ സാധനം മേടിക്കാൻ പോകുമ്പോഴേ മാൻ പവർ ആണോ കൊടുക്കല്, അത് വേറെ എന്തെങ്കിലാണോ കൊടുക്കല്? കടയിൽ സാധനം മേടിക്കാൻ പോകുമ്പോഴേ കുറച്ച് മാൻ പവർ ആണ്ട് കൊടുത്തിട്ടാണോ 1 കിലോ ഉപ്പ് വാങ്ങാറ്? അല്ല, പണം കൊടുത്തിട്ട്. അപ്പൊ അതാണ് അടിസ്ഥാന യൂണിറ്റ്. മനസ്സിലായോ? പണത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കറൻസിയാണ്, നോട്ട്, കറൻസിയാണ്. ഓരോ രാജ്യത്തിനും ഓരോ യൂണിറ്റാ, ഓരോ കറൻസി. UAEക്ക് ദിർഹം, ഇന്ത്യക്ക് റുപ്പീസ്, നിങ്ങളുടെ ഒമാന് റിയാൽ അല്ലേ? റിയാൽ, യുവാൻ, യോൻ, ഡോളർ, യൂറോ എന്നൊക്കെ പറഞ്ഞിട്ട് പല യൂണിറ്റുകളുണ്ട്. അതൊക്കെ ഓരോ രാജ്യത്തിന് സമ്പത്തിന്റെ അടിസ്ഥാന യൂണിറ്റുകളാണ്. എന്റെ വിഷയം അതല്ല. എന്റെ വിഷയം നേരത്തെ ഇവിടെ ഒരാൾ പറഞ്ഞതുപോലെ പണത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് കറൻസിക്ക് പകരം മനുഷ്യൻ ആയിരുന്നെങ്കിൽ, 1 കിലോ ഉപ്പിന് പകരം ഒരു മനുഷ്യനെ കൊടുക്കുക. റൈറ്റ്? നേരത്തെ മാൻ പവർ എന്ന് പറഞ്ഞില്ല, കറക്റ്റ് ആൻസർ ആയത്. അതാണ് ആവേണ്ടത്. അപ്പോ നോട്ടിന് പകരം, കറൻസിക്ക് പകരം മനുഷ്യനാണ്
സമ്പത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ഏത് രാജ്യമായിരിക്കും നിങ്ങളുടെ കണക്കിൽ? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാ? അബൂസ് ഐഫോൺ പറ. നിങ്ങൾ രാമകം പറഞ്ഞാള്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാ? നമ്മളിപ്പോ അവരായിട്ട് കലഹത്തിലാ. ചൈന. ചൈന 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 അല്ലെ? ചൈന. ഗുഡ്. ചൈന ഗുഡ്. ചൈനയിൽ എത്ര ജനസംഖ്യ എന്നറിയാവോ? 143 കോടിയാണ്. 143 കോടി ആളുകളുണ്ട് അവിടെ. അപ്പൊ ഞാൻ പറയുന്നത്, മനുഷ്യനാണ് പണത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എങ്കിൽ ഗ്ലോബൽ എക്കണോമിയിൽ 1ാം റാങ്ക് ആർക്കായിരിക്കണം? തീർച്ചയായിട്ടും ചൈനക്കായിരിക്കണം. ഇപ്പോൾ ഗ്ലോബൽ എക്കണോമിയിൽ ചൈനയുടെ സ്ഥാനം ഏതാ? 2ാം സ്ഥാനം. 1ാം സ്ഥാനമല്ല, 2ാം സ്ഥാനം. ഇനി ഗ്ലോബൽ എക്കണോമിയിൽ 1ാം റാങ്ക് ആർക്കാ? വെരി ഗുഡ്. അമേരിക്ക. അവരുടെ ജനസംഖ്യ എത്രയാണെന്ന് അറിയാവോ? 32 കോടി. ജനസംഖ്യയിൽ ലോകത്ത് 3ാം സ്ഥാനത്താണ് അമേരിക്ക. പക്ഷെ ഗ്ലോബൽ എക്കണോമിയിൽ 1ാം സ്ഥാനത്ത്. ഇനി ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ 2ാം സ്ഥാനത്ത്, ജനസംഖ്യയിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാ? ഇന്ത്യ. എത്ര? 138. 138 കോടിയാണ് അപ്ഡേറ്റ്. അപ്പൊ 138 കോടി ജനങ്ങൾ കൊണ്ട് ലോക ജനസംഖ്യയിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യമായ ഇന്ത്യ ഗ്ലോബൽ എക്കണോമിയിൽ റാങ്ക് എവിടെ ഇരിക്കണം? 2ാം റാങ്ക് ആയിരിക്കണം. പക്ഷെ നമ്മൾ എവിടെ ഉള്ളത്? പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ 6ാം സ്ഥാനത്തുള്ളത്. എവിടെ? 6ാം സ്ഥാനത്ത്. എന്തുകൊണ്ട് സംഭവിച്ചു? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ജനസംഖ്യയിൽ 3ാം സ്ഥാനത്തുള്ള അമേരിക്ക ഗ്ലോബൽ എക്കണോമിയിൽ 1ാം സ്ഥാനത്ത്, ജനസംഖ്യയിൽ 2ാം സ്ഥാനമുള്ള ചൈന മോർ ഓർ ലെസ് റീസണബിൾ ഗ്ലോബൽ എക്കണോമിയിൽ 2ാം സ്ഥാനം. അവര് ജനസംഖ്യയിൽ 1ാം സ്ഥാനത്ത്, പക്ഷെ ഗ്ലോബൽ എക്കണോമി 2ാം സ്ഥാനത്ത്. അത് നമുക്ക് അത് മനസ്സിലാക്കാം. അമേരിക്കയായിട്ടൊന്ന് കോമ്പീറ്റ് ചെയ്താൽ മതി. പക്ഷെ ഇന്ത്യ ജനസംഖ്യയിൽ 2ാം സ്ഥാനത്തായിട്ടും നമുക്ക് മുമ്പിൽ ജപ്പാനുണ്ട്, നമുക്ക് മുമ്പിൽ ഇംഗ്ലണ്ട് ഉണ്ട്, ജർമ്മനി ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ നമ്മൾ തോൽപ്പിക്കുന്നു. ജനസംഖ്യയിൽ ഈ എല്ലാ രാജ്യങ്ങളുടെ ജനസംഖ്യ വെച്ച് നോക്കിയാലും നമ്മുടെ ജനസംഖ്യയോളം വരില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ട് 10-73 വർഷമായില്ലേ? 7 പതിറ്റാണ്ടിൽ കടന്നു പോയില്ലേ? എവിടെയാണ് നമുക്ക് പിഴവ് സംഭവിച്ചത്? ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻ പവറാണ്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ബ്രെയിൻ ആണ്. ഒരു മനുഷ്യന്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാല് 84 ബില്യൺ ന്യൂറോണുകളാണ്. ഇറ്റ് ഈസ് മോർ പവർഫുൾ ദാൻ ദ മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് കമ്പ്യൂട്ടർ ഇൻ ദ വേൾഡ്. ലോകം ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞ പരിഷ്കൃതമായ കമ്പ്യൂട്ടറിനേക്കാൾ ശേഷിയുള്ളതാണ് ഒരു മനുഷ്യന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ 138 കോടി ബ്രെയിനുകൾ ഇന്ത്യ രാജ്യത്തുണ്ട്. പക്ഷെ ആ ബ്രെയിനുകളെ സമാഹരിക്കുന്നതിൽ, അതിനെ പരിപോഷിപ്പിക്കുന്നതിൽ, അതിനെ ഏകോപിപ്പിക്കുന്നതിൽ, അതിനെ ഒരു ദിശയിലേക്ക് രൂപപ്പെടുത്തി സ്ട്രീംലൈൻ ചെയ്യുന്നതിൽ നമ്മുടെ ഭരണാധികാരികൾ, നമ്മുടെ നേതാക്കന്മാർ ദയനീയമായി പരാജയപ്പെട്ടു. നമ്മുടെ ഭരണാധികാരികളും നമ്മുടെ നേതാക്കളും ദീർഘദർശിത്വം ഇല്ലാത്തവരായിരുന്നു, ദാർശനികരായിരുന്നില്ല, സ്വാർത്ഥരായിരുന്നു, അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങിക്കുളിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ രാജ്യത്തിന് ഈ ഗതി വന്നത്. ഈ വർഷം GDP നെഗറ്റീവിലേക്ക് പോകുന്നതാണ് പറയപ്പെടുന്നത്. നെഗറ്റീവ് GDPയിലേക്ക് പോകുന്ന പറയുന്നത്. അപ്പൊ വീണ്ടും നമ്മൾ 6ാം സ്ഥാനത്ത് നിന്ന് താഴോട്ട് കുതിക്കാൻ പോവാം. അപ്പൊ ഇവിടൊക്കെ തന്നെ ഞാൻ എന്തിനു പറഞ്ഞെന്ന് വെച്ചാൽ, 138 കോടി ജനങ്ങളെ ബന്ധിപ്പിക്കൂ, കൊളാബറേറ്റ് ചെയ്യിക്കൂ. അതിന് അനുഗുണമായ ഒരു എൻവയോൺമെന്റ്, ഒരു പരിതസ്ഥിതി, ഒരു ആംബിയൻസ്, ഒരു പരിതോവസ്ഥ ഈ രാജ്യത്ത് നിങ്ങൾ പ്രദാനം ചെയ്യൂ.
നിങ്ങൾ ആളുകളെ തമ്മിൽ തല്ലിക്കല്ലേ, നിങ്ങൾ വെറുപ്പും വിദ്വേഷവും പടർത്തല്ലേ, നിങ്ങൾ മനുഷ്യ വിഭവശേഷിയെ ശിഥിലമാക്കല്ലേ. നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങളുടെ കാറ്റ് പോയി പോകും എന്നുള്ളത് പ്രകൃതി നിയമമാണ്, ദൈവത്തിന്റെ നിയമമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിക്കുക. നിങ്ങൾ മതത്തിനും ജാതിക്കും ഭാഷക്കും പ്രാദേശികതക്കും അപ്പുറം നിങ്ങൾ ഒന്നിക്കൂ. ആ ഒന്നിക്കാനുള്ള മന്ത്രം എന്ത്? ഇതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആ മന്ത്രമാണ് സൈക്കോളജി ഓഫ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, പരസ്പര ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഞാൻ മുഖവരെ നീട്ടിയിട്ടും പാർട്ടിസിപ്പൻസ് 92 ആയിട്ടുള്ളൂ. ഇവിടെ ആണെങ്കിൽ നല്ല മഴയാണ്, നല്ല തണുപ്പുണ്ട്. ഉച്ചക്കൊക്കെ ആണെങ്കിൽ കുറെ നേരം കറണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അൽഹംദുലില്ലാഹ് കറണ്ട് ഉണ്ട്, നല്ല കാലാവസ്ഥ. പിന്നെ അവിടെ ഒമാനിലെ സ്ഥിതി എന്താ? ഒമാനിലെ സ്ഥിതി മഴ ഉണ്ടോ? സാധാരണ കേരളത്തിൽ മഴ ഉണ്ടാവുമ്പോ സലാലയിൽ നല്ല മഴ ഉണ്ടാവില്ലേ ഈ സമയത്തൊക്കെ? ഓക്കെ. ഇനി അപ്പൊ നമുക്ക് നമ്മുടെ ഓരോ പൗരനെയും പിടിച്ചിട്ട് അവന്റെ ചെവിയിൽ ചില മന്ത്രങ്ങൾ ഓതാനുണ്ട്. അതിനുവേണ്ടി സജ്ജരാക്കുകയാണ് നിങ്ങളെ. നിങ്ങളൊക്കെ ഓരോരോ റിസോഴ്സ് പേഴ്സണായി മാറേണ്ട ആളുകളാണ്. കാരണം ഈ സോഷ്യൽ ഫോറം ഒമാൻ എന്ന് പറയുന്നത് വളരെ പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു ഗ്രൂപ്പാണ്. പല ഗ്രൂപ്പുകളും പല സംഘടനകളും ഈ സമയത്ത് ഉറക്കത്തിലാണ്, ഹൈബർനേഷനിലാണ്. എന്താ ഹൈബർനേഷൻ എന്ന് പറഞ്ഞാല് പള്ളി നിദ്ര കൊണ്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് നിങ്ങളുടെ ഈ കൂട്ടായ്മ ഓരോ ആഴ്ചയിലും ഓരോ റിസോഴ്സ് പേഴ്സണെ കൊണ്ടുവന്ന് എൻലൈറ്റൻമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അറിവും സ്കില്ലും കോമ്പറ്റൻസുകളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി, ഈ അവസരത്തെ വളരെ സമർത്ഥമായി ഉപയോഗിക്കാനുള്ള ആ പ്രത്യുൽപ്പന്ന മതിത്വമുള്ള പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു ടീമാണ് നിങ്ങൾ. നിങ്ങൾക്ക് പലതും ചെയ്യാനാവും. ഞാൻ നിങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. മേ ഓൾമൈറ്റി ഗോഡ് ബ്ലസ് ഓൾ ഓഫ് യു ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ. യാ അല്ലാഹ്. ഇനി പരസ്പര ബന്ധങ്ങളുടെ മനഃശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഒഴിവാക്കാനാവാത്ത 1-2 കാര്യങ്ങൾ കൂടി പറയേണ്ടിയിരിക്കും. ഒന്ന്, ഞാൻ നേരത്തെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ബേസിക് നീഡ്സ്. അത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന ഒരു ലെജൻഡറി മനഃശാസ്ത്രജ്ഞനാണ്. കേട്ടില്ലേ? മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ അതിന്റെ കൂടുതൽ കാര്യങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല, വേറൊരു ഘട്ടത്തിൽ ഞാൻ പോകും. പക്ഷെ അതിൽ 3-ാമത്തെ ഒരു അടിസ്ഥാന ആവശ്യമായിട്ട് നിർണയിക്കപ്പെട്ടിട്ടുള്ളത് വേറൊന്നുമല്ല, സോഷ്യൽ നീഡ്സ് ആണ്. മനുഷ്യനൊരു സാമൂഹിക ജീവിയാവുന്നു. അവൻ എന്തൊക്കെ വേണം? അവന് ഭാര്യ വേണം, അവന് കുട്ടികൾ വേണം, അവന് അച്ഛനും അമ്മയും വേണം, മാതാപിതാക്കളും വേണം, അവന് ബന്ധുക്കളും അയൽവാസികളും വേണം, അവന് പല വിധത്തിലുള്ള സംഘടനകളിൽ അംഗമാവണം, അവന് രാഷ്ട്രത്തിലെ പൗരനാവണം, അവന് ഗ്ലോബൽ സൊസൈറ്റിയിലെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിശ്വപൗരനായിട്ട് അവന് മാറും. ഇതൊക്കെ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിലുള്ള കാര്യങ്ങളാണ്. ആർക്കെങ്കിലും ഒരു സംഘടനയിലും മെമ്പർഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തിട്ടില്ലെന്നാ. അയാളുടെ ബേസിക് നീഡ് ഇതേവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അയാളുടെ വിദ്യാഭ്യാസം തയ്യാറാണത്. ഞാൻ കഴിഞ്ഞ ദിവസം അബുദാബിയില് നമ്മൾ ഈ കൗൺസിലിംഗ് ചെയ്യുമല്ലോ ഈ കോവിഡ് ബാധിച്ച ആളുകൾക്ക്. അപ്പൊ ഒരാള് എന്നെ വിദൂരതയിൽ നിന്ന് വിളിച്ചിട്ട് കൗൺസിലിങ്ങിന് വേണ്ടി സമീപിക്കുകയാണ്. അപ്പൊ പറയാണ്, അദ്ദേഹം പറയുന്നത്, ഞാൻ ഇങ്ങനെയുള്ള അവസ്ഥയിലാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ ആളോട് ചോദിച്ചത്, നിങ്ങൾ ഏതെങ്കിലും സോഷ്യൽ ഓർഗനൈസേഷനിൽ അഫിലിയേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഒന്നിനും ഇല്ല. നിങ്ങൾ എത്ര കാലം ഇവിടെ വന്നിട്ട്? 15 കൊല്ലായി. 15 കൊല്ലമായിട്ട് വന്ന ഈ മനുഷ്യന് ഒരു സാമൂഹ്യ സംഘടനയുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രശ്നം. നന്ന ചുരുങ്ങിയത് സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ആ സംഘടനാ പ്രവർത്തകരെങ്കിലും പിന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ വന്ന് എന്തെങ്കിലും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതവരുടെ ബാധ്യത.
ബാക്കിയുള്ളവർ ചെയ്യുന്നത് വോളണ്ടറി സേവനമാണ്. അവർക്ക് ഹെവി ഹെക്ടിക് ടാസ്ക് ആണ് വരുന്നത്. കാരണം ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ആളുകൾക്ക് വരുമ്പോൾ നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സുകൾ ഉപയോഗിക്കുന്ന നമുക്ക് പരിധിയില്ലേ. ആ മനുഷ്യനത് ഒരു ഐ ഓപ്പണറായി. അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ ചേരും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന, പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സംഘടന ചെയ്യാം. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളുടെ മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ച് എന്തുണ്ടാവുന്നത്? കിളി പറന്നു പോകുന്നു. കിളി പറന്നുപോയി. അപ്പൊ ഈ വക ആവശ്യങ്ങള്, ഭാര്യ മക്കള് പോലെയുള്ള ആവശ്യങ്ങള്, സംഘടന പോലെയുള്ള ആവശ്യങ്ങള്, ഇതൊക്കെ വളരെ സ്തുത്യർഹമായ രീതിയിൽ കൊണ്ടു നടക്കാൻ നമുക്ക് ആ കല ആവശ്യമാണ്. ആളുകളെ ബന്ധിപ്പിക്കാനും ആ ബന്ധത്തെ ഊഷ്മളമായി നിലനിർത്താനും ആ ബന്ധത്തിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനും സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വേ, സാമൂഹികമായി ഉൽപാദനപരമായി ഗുണം ചെയ്യുന്ന തരത്തിലേക്ക് നമുക്ക് ആളുകളെ കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള പരസ്പര ബന്ധങ്ങളുടെ മനസ്സറത്തിൽ നമുക്ക് തിരിച്ചറിയാനാവണം. ഇപ്പൊ നമ്മുടെ ഇത് 97 കേട്ടോ, 97. ഞാൻ വിഷയത്തിലേക്ക് കടന്നിട്ടില്ല. വിഷയത്തിന്റെ മുഖവരയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ 97 കൂടെ നമുക്ക് കടന്നിട്ടേട്ടാ. നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രസക്തമല്ലാത്തതല്ല, വളരെ വളരെ വിഷയവുമായി ബന്ധമുള്ള കാര്യമാണ്. വിഷയത്തിന്റെ പ്രാധാന്യം ഊന്നി ഊന്നി പറയുന്നതാണ്, സംശയമൊന്നുമില്ല. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്റ്റീഫൻ ആർ കോവേ എന്ന് പറയുന്ന ഗവേഷകനെ കുറിച്ച്? ഒരു ഗ്ലോബൽ മോട്ടിവേഷണൽ സ്പീക്കറും ഒരു ബെസ്റ്റ് സെല്ലർ റൈറ്ററും ഒക്കെയാണ്. ട്രെയിനറാണ്. ഒരു ലെജൻഡറി പേഴ്സണാലിറ്റി എന്ന് പറയാം. അതാണ്, ഐതിഹാസികമായ ഒരു കഥാപാത്രമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട, വായിക്കപ്പെട്ട, പലതരത്തിലുള്ള പരിശീലന കളരിൽ ഉപയോഗിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് 7 Habits of Highly Effective People. ഞാൻ നിങ്ങളോട് അത് വായിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അതിന്റെ മലയാളം വേർഷൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച ആളുകളുടെ 7 പൊതുശീലങ്ങൾ വായിക്കുക. എന്റെ ജീവിതത്തിൽ ആ ബുക്ക് ഒരു വഴിത്തിരിവായിരുന്നു. 10 വർഷം മുമ്പാണ് ഞാനത് വായിച്ചത്. അത് വായിച്ചത് എന്റെ കിളി പറന്നു പോകുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിജയിച്ച ആളുകളുടെ 7 ശീലങ്ങൾ, 7 പൊതുശീലങ്ങൾ. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം കഴിഞ്ഞ 200 വർഷക്കാലം ലോകത്ത് ഏറ്റവും കൂടുതൽ വിജയിച്ച ആളുകളുടെ ജീവചരിത്രം അഗാധമായ ഗവേഷണ പഠനം നടത്തി. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പ്രമുഖ വ്യക്തികൾക്കൊക്കെ തന്നെ ചില പൊതുശീലങ്ങൾ, കോമൺ ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു. ഏതാണ് ആ 7 ശീലങ്ങൾ? അത് അദ്ദേഹം നിർദ്ധാരണം ചെയ്തെടുത്തു. 1, 2, 3, 4, 5, 6, 7. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ട്രെയിനിങ് സെഷനിൽ കൈകാര്യം ചെയ്യേണ്ട കണ്ടന്റ് ആണത്. അതിപ്പോ നിങ്ങൾക്ക് ഞാനൊരു ക്യാപ്സൂളാക്കി തരിക എന്ന് പറഞ്ഞ പ്രായോഗികമല്ല. പക്ഷേ അതിലെ 4ാമത്തതും 6ാമത്തതുമായ ശീലം ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, പരിചയപ്പെടുത്തണം. വിശദാംശങ്ങൾക്ക് പോകില്ല. 7 ശീലങ്ങൾക്ക് ഒരു ശ്രേണീയ സ്വഭാവമുണ്ട്, ഒരു ശൃംഖലയാണത്. അതുകൊണ്ട് തന്നെ അതിനൊരു ഹെറാർക്കി എന്ന് പറയാം. ഹെറാർക്കി ഓഫ് ഹാബിറ്റ്സ് ആണ്. 1 വിട്ടു, 2 വിട്ടു, 3 വിട്ടു, 4ാമത്തത് എന്ത്? ഒന്നുമല്ല. ഫസ്റ്റ് സീക്ക് ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്, ദെൻ ടു ബി അണ്ടർസ്റ്റുഡ്. എന്താർത്ഥം? ആദ്യം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് നാം മനസ്സിലാക്കപ്പെടാനും. മനസ്സിലായോ? നമുക്കുള്ള പരാതി എന്താ? എന്റെ ഭാര്യയ്ക്ക് എന്നെ മനസ്സിലാവണില്ല, എന്റെ സഹപ്രവർത്തകന് എന്നെ മനസ്സിലാവുന്നില്ല, എന്റെ നേതാവിന് എന്നെ മനസ്സിലാവുന്നില്ല, എന്റെ എംപ്ലോയർക്ക് എന്നെ മനസ്സിലാവുന്നില്ല, എന്റെ മക്കൾക്ക് എന്നെ മനസ്സിലാവുന്നില്ല. എന്താ പരാതി? അപ്പോ ഇതൊന്ന് റിവേഴ്സ് ചെയ്തിട്ടൊക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ മനസ്സിലായിട്ടുണ്ടോ? നിങ്ങളുടെ ഭാര്യയെ മനസ്സിലായിട്ടുണ്ടോ? നിങ്ങളുടെ നേതാവിനെയും സഹപ്രവർത്തകരെയും നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ആദ്യം നമ്മൾ വേണ്ടത്
മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഓരോ വ്യക്തിയും ഓരോ സ്വഭാവഘടനയുടെ ഉടമയാണ്. 101 പേരായിട്ടോ. ഓരോ വ്യക്തിയും ഓരോ ബിഹേവിയറൽ പാറ്റേണിന്റെ ഉടമയാണ്. അപ്പോൾ ഞാൻ എന്ന അബ്ദുൽ റഷീദ് കേവിക്ക് എന്റേതായ ചില ചേഷ്ടകളും ചില സ്വഭാവ രീതികളും ചില ചര്യകളും ചില ശീലങ്ങളും ചില ഭാവ പ്രകടനങ്ങളും ചില വൈകാരിക ഏറ്റക്കുറച്ചിലുകളും ചില മണ്ടത്തരങ്ങളും ചില ക്രിയാത്മകതയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള വൈവിധ്യപൂർണമായ ഒരു പേഴ്സണാലിറ്റിയാണ് ഞാൻ. എന്റെ ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റിയാണത്. പേഴ്സണൽ ഇന്റഗ്രിറ്റി അങ്ങനെയാണ് രൂപപ്പെടുന്നത് ഓരോരുത്തരുടെയും. അപ്പൊ എന്നെ നന്നായി മനസ്സിലാക്കാൻ വേറൊരാൾ ശ്രമിക്കുകയാണെങ്കിൽ, എന്റെ കൂടെയുള്ള എന്റെ പാർട്ട്ണർ ശ്രമിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? എന്റെ പാർട്ട്ണർക്ക് ഞാനുമായി വളരെ നന്നായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കാരണം ഇദ്ദേഹത്തിന്റെ ഒരു നേച്ചർ ഇതാണ്. നമ്മൾ അതും പണിയെടുത്തിട്ട് കാര്യമില്ല. ആ പ്രകൃതിയെ ഉൾക്കൊള്ളുക, ബഹുമാനിക്കുക, ആദരിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക, അതുമായി സമരസപ്പെട്ട് അനുസരണശീലം വളരെ വളരെ ആവശ്യമാണ് എന്ന ഒരു മിനിമം അഗ്രിമെന്റിൽ മുന്നോട്ട് പോവുക. അതല്ലാതെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്റെ ഭാര്യ വരണം. കാരണം എന്താ, ഭാര്യ വേറൊരു പാറ്റേൺ ആണേ. ഞാനൊരു പാറ്റേൺ, ഭാര്യ വേറൊരു പാറ്റേൺ. ഇത് രണ്ടും ഒരേപോലെ ആയി കിട്ടുക എന്ന് പറഞ്ഞ അത്ഭുതമാണ്. അത് പടച്ചവന്റെ ഒരു അനുഗ്രഹം. അതൊരു കുപ്പൊക്കലാണ്, ഒരു പൊരുത്തൊക്കലാണ്. അതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതില്ലെങ്കിൽ കുപ്പ് ഒപ്പിക്കലാണ്. അപ്പോഴാണ് അവിടെ കുറെ കാര്യങ്ങൾ. ഇതിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നത്. ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടത്. പക്ഷെ ചുരുക്കി പറഞ്ഞാല് നമ്മൾ സംഘടനാ രംഗത്തായാലും കുടുംബരംഗത്തായാലും നമ്മുടെ ജോലി രംഗത്തായാലും ഒക്കെ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സീക്ക് ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് ഫസ്റ്റ്, ദെൻ ടു ബി അണ്ടർസ്റ്റുഡ്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനുശേഷം നമ്മൾ മനസ്സിലാക്കപ്പെടാനും ശ്രമിക്കുക. അപ്പൊ 4ാമത്തെ ശീലം മനസ്സിലായില്ലേ? ഇത് എല്ലാ വിജയിച്ച ലീഡർമാരുടെയും പൊതുശീലമാണെങ്കിൽ പിന്നെ നമ്മൾ കാത്തിരിക്കണമെങ്കിൽ എന്തിന്? വിജയിച്ച ശീലത്തെ ഉടനെ സ്വാംശീകരിക്കുക ജീവിതത്തിൽ. നല്ല നല്ല ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇനി 4ാമത്തെ ഞാൻ പറഞ്ഞു 5. 6ാമത്തെ ശീലം എന്തായിരുന്നു? അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞ സിനർജി എന്നാണ്. എന്താ സിനർജി? ഏകോപനം. വിവിധ ഹ്യൂമൻ റിസോഴ്സുകളെയും മെറ്റീരിയൽ റിസോഴ്സുകളെയും ഏകോപിപ്പിക്കുക, പുട്ട് ടുഗദർ. അതാണ് കൊളാബറേഷൻ എന്ന് വെച്ചാല് വിവിധ ഘടകങ്ങളെ, വിവിധ മാനുഷിക ഭൗതിക വിഭവങ്ങളെ ഏകോപിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കാന്നറിയോ? ഒരാൾക്ക് 50 കിലോഗ്രാം തൂക്കം പൊക്കിയെടുക്കാനായിട്ട് സാധിക്കും മിക്കവാറും, ഒരു ആവറേജ്. എന്നാൽ 2 ആൾ കൂടി ചേരുമ്പോ 100 കിലോ അല്ല പൊക്കാനാവുക, 200 കിലോ പൊക്കാനാവും, ചിലപ്പോൾ 300 കിലോയും പൊക്കാനാവും. അപ്പോ ഒന്നും നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ അനുസരിച്ച് 2 അല്ല, ഒന്നും ഇമ്മിണി വലിയ 2-നേക്കാൾ മേലെയാണ്, എബോവ് 2 ആണ്. 50 കിലോന്റെ 4 ഇരട്ടിയാണ് 200 കിലോ അല്ലേ? അപ്പൊ 2 ആൾ ചേരുമ്പോ അതിന്റെ റിസൾട്ട് ഇരട്ടിയാ, ആദ്യം ഉണ്ടായതിന്റെ പ്രൊഡക്റ്റിന്റെ ഇരട്ടി. അപ്പൊ ഏകോപനം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ ഐക്യത്തോടുകൂടി, സൗഹാർദ്ദത്തോടുകൂടി, സഹവർത്തിത്വത്തോടുകൂടി വിവിധ ഘടകങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും സംഘടനാ മേഖലയിലാണെങ്കിലും കുടുംബ മേഖലയിലാണെങ്കിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പോ ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ കോളേജ് പഠനകാലത്തെ അലുമിനായി സുഹൃത്തുക്കൾ, വളരെ അടുത്ത സുഹൃത്തുക്കൾ, ഒരുപാട് പേരുണ്ട്, പക്ഷെ അടുത്ത സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ട്. അതിൽ 9 പേരുടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ട്. യെല്ലോ ബാംബു എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഈ അടുത്ത് ഞങ്ങള് ഒരു പ്ലാൻ ചെയ്തു. എന്താന്ന് വെച്ചാല് ഇപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ ഫ്രീ അല്ലേ, ഏതാണ്ട് വേറെ എവിടെ പോകാനോ ഒന്നുമില്ലല്ലോ, എൻഗേജ്മെന്റ്സ് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് എന്തുകൊണ്ടൊരു നാടൻ കൃഷി തുടങ്ങിക്കൂടാ? അപ്പൊ ഒരാളുടെ കയ്യിൽ കൃഷിക്ക് പറ്റിയ 1 ഏക്കർ സ്ഥലമുണ്ട്.
ആള് ഇവിടെ തന്നെ പറഞ്ഞു ഓക്കെ നമുക്ക് തുടങ്ങാം. ഇപ്പൊ എന്ത് കൃഷിയാ തുടങ്ങാം? മൂപ്പര് കുറച്ച് കൃഷിയുമായി ബന്ധമുള്ള ആളായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു നമുക്ക് കപ്പ കൃഷി ചെയ്യാം, പയർ കൃഷി ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഇതുപോലെ സൂമില് ഈ 9 പേരും പ്രത്യക്ഷപ്പെട്ടു, ചർച്ച ചെയ്തു. ആ 1 ഏക്കറിൽ 50 സെന്റ് സ്ഥലത്ത് കപ്പ കൃഷി നടത്താൻ തീരുമാനിച്ചു. ഓരോ ആളും 3500 രൂപ വീതം വെച്ച് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ 3500 ഇൻറ്റു 10 35,000. അതിൽ നിന്ന് ഒരു 3500 കുറച്ചാൽ മതി. അപ്പൊ 34,500 രൂപയാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ ഒരു 6-7 മാസം കഴിയുമ്പോൾ ഒരു 1.5 ലക്ഷം രൂപയുടെ കപ്പ നമുക്ക് കൊയ്തെടുക്കാനാവും എന്നാണ് സങ്കല്പിക്കപ്പെടുന്നത്. ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മൾ പ്രകൃതിയോടുള്ള ഒരു സ്നേഹം, ലാളന, സമരസപ്പെട്ട് പോവുക, ഇതൊക്കെ ചില പൈലറ്റ് പ്രൊജക്ടുകളാണ്. ഇതൊക്കെ വിജയിക്കുകയാണെങ്കിലും പിൽക്കാലത്ത് നമ്മുടെ റിട്ടയർഡ് ലൈഫിലൊക്കെ ഇതുപോലെ പല പറമ്പുകളിലും നമുക്ക് ഇത് എക്സസ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് 9 പേരുടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. വിവിധ ഘടകങ്ങൾ ഏകോപിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടാണ് ഞാൻ പറയുന്നത്. പരസ്പര ബന്ധങ്ങളുടെ മനഃശാസ്ത്രമായിട്ട വിഷയം. ഇതൊരു മനഃശാസ്ത്രമല്ലേ? വളരെ ശാസ്ത്രീയമായിട്ടാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ അതിൽ പ്രൊജക്ട് ഉണ്ടാക്കി, അതിന്റെ ഇൻവെസ്റ്റ്മെന്റ്, എക്സ്പെൻസ്, അത് ആര് മാനേജ് ചെയ്യും, എത്ര പണിക്കാർ വേണ്ടി വരും, എന്തൊക്കെ വേണ്ടി വരും എന്ന എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ മുൻകൂട്ടി ആന്റിസിപ്പേറ്റ് ചെയ്തു, എസ്റ്റിമേറ്റ് ചെയ്തു. എന്നിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വാങ്ങി പണി തുടങ്ങി. ഇപ്പൊ ആ കൃഷി പിന്നെ പ്രോസസ്ഡിലാണ്, ഇൻ പ്രോഗ്രസ്, നടന്നുകൊണ്ടിരിക്കുക. കൃഷി സ്ഥാപിച്ചു കഴിഞ്ഞു, അൽഹംദുലില്ലാ. അപ്പോ ഞാൻ പറഞ്ഞത് ഈ 7 പൊതുശീലങ്ങളിൽ 6ാമത്തേതായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ഏകോപനം എന്ന കാര്യമാണ്. അപ്പൊ സംഘടനാ നേതാക്കന്മാരും പിന്നെ വീടുകളിലെ രക്ഷിതാക്കളും വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതാക്കന്മാരും ഇപ്പൊ ഈ അടുത്ത് ഞാനിപ്പോ വെക്കേഷനിൽ ഇന്ത്യയിലാണുള്ളത്. ഒരു മാസത്തെ ക്വാറന്റൈനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അതിനിടയിൽ ഇടക്കുളം എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മ, വാട്സാപ്പ് കൂട്ടായ്മ, അവര് പറഞ്ഞു ഒരു വിഷയം ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആരോ പറഞ്ഞിട്ട് അവര് നമ്മളെ മനസ്സിലാക്കി വന്നതാണ്. അപ്പൊ അവരും ഇതുപോലെ ഒരു വാട്സാപ്പ് കൂട്ടായ്മയില് പിന്നെ എല്ലാ ആഴ്ചയിലും ചോദിക്കൂ പറയാം എന്ന പങ്ക്തിയാണ്. അത് വീഡിയോ അല്ല, ഓഡിയോ. ആദ്യം ഒരു വിഷയാവതാരകൻ എന്ത് ചെയ്യും, ഒരു അരമണിക്കൂർ നേരം 3 മിനിറ്റിന്റെ വോയിസ് ക്ലിപ്പ് ഇടണം. അത് വീഡിയോ ക്ലിപ്പായാലും കുഴപ്പമില്ല. അരമണിക്കൂർ കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവര് എന്ത് ചെയ്യും, ചോദ്യങ്ങൾ അവർ നേരത്തെ അയച്ചു തരും. ഒരു 4-5 മണിക്കൂർ മുമ്പ്, വെള്ളിയാഴ്ച ഉച്ചക്ക് മുമ്പായിട്ട് അയച്ചു തരും. അപ്പൊ നമുക്കത് വായിച്ച് അതിനുള്ള ഉത്തരങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വോയിസ് ക്ലിപ്പ് റെഡിയാക്കി വെക്കാം. അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചോദ്യത്തിന്റെ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു വോയിസ് ക്ലിപ്പ് കൊണ്ട് വരുമ്പോൾ ഉടനെ തന്നെ അതിന്റെ ഉത്തരം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കും, വോയിസ് ക്ലിപ്പ്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ നേരത്തെ പരിപാടിയായിരുന്നു ഇത്. ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ഇടക്കുളം കൂട്ടായ്മ, വാട്സാപ്പ് കൂട്ടായ്മ, 250 മെമ്പർമാരുണ്ട്. ആ കൂട്ടായ്മ എന്തുമാത്രം എൻലൈറ്റൻമെന്റിനും എന്തുമാത്രം മോട്ടിവേഷനും ഇൻസ്പിറേഷനും വൈജ്ഞാനികമായ ഉണർവിനും വിധേയമാവുന്നു എന്നുള്ളത് ചില്ലറയല്ല. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ്, വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങൾ. വാട്സപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും അസംബന്ധങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് ഹഹ ചിരിക്കാനുള്ളത് മാത്രമല്ല, അതിനൊക്കെ തന്നെ വളരെ പ്രൊഡക്റ്റീവായ രീതിയിൽ മാറ്റാൻ അതിന്റെ അഡ്മിൻസിന് ഭാവനാശേഷി ഉണ്ടെങ്കിൽ, ഭാവാത്മകത ഉണ്ടെങ്കിൽ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോ നമ്മള് ഈ മുഖവിരയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് പരസ്പര ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്നും പൊതുവെ ആരും അങ്ങനെ കൈവെക്കാത്ത ഒരു വിഷയമാണ് എന്നും നമ്മൾ മനസ്സിലാക്കി അല്ലെ? നിങ്ങൾ ഇതുപോലെ വിഷയം മുമ്പ് കേട്ടിട്ടുണ്ടോ? ഒരു പുതുമല്ലേ വിഷയത്തിന്, ഇല്ലേ? തീർച്ചയായിട്ടും. അപ്പോ എന്താണ്, വാട്ട് ആർ ദ ഡൈനാമിക്സ് ഓഫ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്? പരസ്പര ബന്ധങ്ങളുടെ ചാലക ശക്തികൾ എന്തെല്ലാമാണ് എന്നുള്ളത് ഇതിലേക്ക് ഞാൻ വരാൻ പോവാണ്. ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്രോക്സിമിറ്റി. എന്താണ് പ്രോക്സിമിറ്റി?
പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ നിയർനെസ്. വേറൊരു ഇംഗ്ലീഷ് വാക്കാണ് നിയർനെസ്. ദ നിയർനെസ്, സമീപസ്ഥനായിരിക്കുക, അടുപ്പത്തിൽ ഉണ്ടായിരിക്കുക, അടുത്തുണ്ടായിരിക്കുക. നമ്മളെ ഉപ്പ ഉമ്മ നമ്മളെ കൊത്തി ആട്ടുന്നത് വരെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ലേ? കൈ വളരുന്നോ, കാല് വളരുന്നോ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ വിവാഹം, അങ്ങനെ ഓരോ കാര്യങ്ങളിലും അവര് ബദ്ധശ്രദ്ധയോടുകൂടി നമ്മളെ സംരക്ഷിച്ചു കൊണ്ടു നടന്നു. ഈ കോഴികള് കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ കൊണ്ടു നടക്കുന്നത് പോലെ സമീപസ്ഥനായിക്കൊണ്ട്. ആ സമീപസ്ഥത കൊണ്ടാണ് നമുക്ക് അവരോട് ഇത്ര സ്നേഹം. ഇനി ചില വലിയ തത്വങ്ങളിലേക്ക് പോയാലോ? നമുക്കറിയാം 1,24,000-ൽ പരം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അല്ലേ? ഈ പ്രവാചകന്മാരൊക്കെ മലക്കുകളായിരുന്നോ, ജിന്നുകളായിരുന്നോ, അതോ മനുഷ്യരായിരുന്നു? തീർച്ചയായിട്ടും മനുഷ്യരായിരുന്നു. എന്താ അള്ളാഹ് മനുഷ്യരെ തെരഞ്ഞെടുക്കുക? അള്ളാഹ്ക്ക് എന്ത് ജിന്നുകളാക്കായിരുന്നില്ലേ? അള്ളാഹ്ക്ക് മാലാഖമാരാക്കായിരുന്നില്ലേ? ചെയ്തില്ലല്ലോ. അള്ളാഹുവിനേക്കാൾ കൂടുതൽ മനഃശാസ്ത്രം അറിയുന്ന വേറെ ആരുണ്ട്? അതുകൊണ്ട് അള്ളാഹു മനഃശാസ്ത്രം പ്രയോഗിച്ചു. മനുഷ്യന്റെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാല് അവനിൽ നിന്നൊരാളാവണം പ്രവാചകൻ. അവനോട് വളരെ അടുത്ത് നിൽക്കുന്ന, തോളോട് തോള് ചേർന്ന് നിൽക്കുന്ന, അവനുമായി സമരസപ്പെട്ടു പോകുന്ന, അവന് പ്രാപ്യമായ, സമീപിക്കാവുന്ന, അവരിലേക്ക് ഇറങ്ങി അവരോടൊപ്പം ജീവിക്കാൻ സന്നദ്ധമായ ആളുകളായിരിക്കണം പ്രവാചകന്മാർ. സമീപസ്ഥത വളരെ പ്രധാനമാണ് പരസ്പര ബന്ധങ്ങളിൽ. എന്റെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരന്മാരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളിൽ നിന്നും, നിങ്ങളുടെ മക്കളിൽ നിന്നും, ബന്ധുമിത്രാദികളിൽ നിന്നും, അയൽവാസികളിൽ നിന്നും നിങ്ങൾ അകന്നാണ് ജീവിക്കുന്നത് വർഷങ്ങളോളം. എന്ത് സംഭവിക്കുന്നു? നിങ്ങൾക്ക് സമീപസ്ഥത നഷ്ടപ്പെടുന്നു. സമീപസ്ഥത നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? സ്നേഹം കുറയും, അടുപ്പം കുറയും. അവനും അവളും തമ്മിൽ അടുപ്പത്തിലാണ്. എന്തായതിനർത്ഥം? എങ്ങനെയാണ് സംഭവിച്ചത്? സമീപസ്ഥത കൊണ്ടാണ്. ഒരു ആണും ഒരു പെണ്ണും, ഒരു എന്താ പറയാ, ഒരു യുവതിയും ഒരു യുവാവും, ഒരു കൗമാരക്കാരും ഒരു കൗമാരക്കാരനും നിരന്തരമായി ഇങ്ങനെ സമീപസ്ഥരായിട്ടുണ്ടാകുമ്പോൾ അവർക്കിടയിൽ പ്രണയം ജനിക്കും. അവർക്കിടയിൽ ഒരു അനുരാഗവും സ്നേഹവും ജനിക്കും. അവർക്കിടയിൽ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. ഗൂഢമൂലമായി മാറും, പിന്നെ ബാന്ധമായ പ്രേമമായി മാറും. അതുകൊണ്ടാണ് ഇസ്ലാം ഈ സെഗ്രിഗേഷനെ പ്രോത്സാഹിപ്പിക്കുന്നത്. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും വേർതിരിച്ച് കൂടിക്കലർന്നുകൊണ്ടുള്ള, പരസ്പരം മിങ്കിൾ ചെയ്തുകൊണ്ടുള്ള ഒരു അവസരം വേണ്ട മക്കളെ എന്നാ പറയുന്നത്. വസ്ത്രധാരണ രീതി കൊണ്ടും അതുപോലെ തന്നെ ആളുകള് ഗ്യാദർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെപ്പറേഷൻ കൊണ്ടുമൊക്കെ പിന്നെ ഇത്തരത്തിലുള്ള റിലേഷൻസ് അൺവാണ്ടഡ് അൺനെസസറി ആൻഡ് അൺലോഫുൾ ഇല്ലെജിറ്റിമേറ്റ് റിലേഷൻസ്, അനാശ്വാസമായ ബന്ധങ്ങളെ തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. സമീപസ്ഥത. അപ്പൊ നിങ്ങളുടെ മക്കൾ, എനിക്കറിയാം ഒരു ലാബിൽ ഡിഗ്രിക്ക് ചേർന്ന ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരു ഡിഗ്രിക്ക് ചേർന്ന ലാബിൽ സന്ധിക്കുന്നു, അവരുടെ ഹോസ്റ്റലിൽ സന്ധിക്കുന്നു, കോളേജിലേക്കുള്ള യാത്രക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുമ്പോൾ അവർ സന്ധിക്കുന്നു. അങ്ങനെ സന്ധിച്ച് എന്തായി? വലിയ തോതിലുള്ള പ്രണയമായി. ആ പ്രണയം ആഭീത ബന്ധങ്ങളിൽ വരെ എത്തി. അതിനുശേഷം വീട്ടുകാരറിഞ്ഞു, ആ കുട്ടിയുടെ വിവാഹം നിർബന്ധിച്ചിട്ട് മറ്റൊരാളെ കൊണ്ട് നടത്തിച്ചു. അതിനുശേഷം ഉണ്ടായ പുകിലുകൾ ചിലരൊന്നുമല്ല, വൻ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പോ ഞാൻ നിങ്ങളോട് അഡ്വൈസ് ചെയ്യുന്ന ഒരു പ്രധാന കാര്യം, ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ ചെറിയ കുട്ടികളെ ഹോസ്റ്റലുകളിലേക്ക് അയക്കരുത്. നിങ്ങൾ വലിയ പ്രതീക്ഷയോട് കൂടിയായിരിക്കും ചെയ്യുന്നത്. കുട്ടിയുടെ നന്മ, വിദ്യാഭ്യാസപരമായ അഭ്യുന്നതി, നിങ്ങൾക്ക് കിട്ടാതെ പോയത് അവർക്ക് കിട്ടട്ടെ എന്ന വലിയ തരത്തിലുള്ള അഭിലാഷം, ഇതിന്റെയൊക്കെ പേരിലായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ അയക്കുന്നത് എവിടേക്കാണ്? ഹോസ്റ്റലിലേക്കാണ്. എന്താ ഹോസ്റ്റലിലെ പ്രശ്നം? ഒരിക്കലും വീട്ടിലേതുപോലെ ആയിരിക്കില്ല ആഹാരം, ലാളന,
സ്നേഹം, പരിചരണം ഒന്നും വീട്ടിലേതുപോലെ ആയിരിക്കില്ല. മാത്രമല്ല ചില ജീർണ സ്വഭാവങ്ങൾ അവിടെ നിന്ന് കിട്ടാനും സാധ്യതയുണ്ട്. ഞാൻ ഗൾഫിൽ വരുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു 1-2 സ്കൂളുകളിൽ ഇവിടെ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊരു സ്കൂള് ഒരു റെസിഡൻഷ്യൽ സ്കൂളായിരുന്നു. അവിടെ കുട്ടികൾ താമസിച്ചിട്ടായിരുന്നു പഠിച്ചിരുന്നത്. അങ്ങനെ ഞാനും അവിടെ താമസിക്കാൻ തുടങ്ങി ഒരു അധ്യാപകൻ എന്ന നിലയിൽ. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു ഇസ്ലാമിക സ്കൂളാണ് വിവരങ്ങൾ അറിയുന്നത്. അവിടെ നടക്കുന്ന ഹോമോസെക്സിന്റെ ചീഞ്ഞളിഞ്ഞ കഥകള്, ഒട്ടും നമ്മൾ സങ്കല്പത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള താടിയും നിസ്കാരത്താഴ്മുള്ള ആളുകളിൽ നിന്ന് വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങൾ, ലൈംഗിക ചൂഷണങ്ങൾ കുട്ടികളെ വെച്ചുകൊണ്ട് തല തകർന്നു പോയി. അവിടെ ഒമ്പിച്ച വിപ്ലവം സൃഷ്ടിക്കേണ്ടി വന്നു. അപ്പൊ ഇത്തരം ഹോസ്റ്റലുകളിലേക്ക് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞേക്കാം, ഇല്ലാത്ത കാശ് കൊടുത്തുകൊണ്ട്. എന്നിട്ട് ആ കുട്ടികൾ എന്തായിട്ടാണ് മാറുന്നത്? നമ്മളെ കണ്ണിൽ കുട്ടികൾ വളരെ മാന്യരാണ്, അവർ വളരെ കൃത്യമായി നിസ്കരിക്കുന്നവരാണ്, അവർ നമ്മുടെ കണ്ണിൽ മുന്നില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു രാക്ഷസൻ, ഒരു ജീർണത കടന്നുകൂടി, ഒരു വൈകൃതമായ സ്വഭാവങ്ങളുടെ ഉടമയവൻ മാറി. അവന് തന്നെ ഒരു മനസാക്ഷിക്കുത്ത്, ഈ ഡുവൽ പേഴ്സണാലിറ്റി അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നീട് പലതരത്തിലുള്ള മനഃശാസ്ത്രപരമായ തിരിച്ചടികൾക്ക് കാരണമാവും. ഉമ്മയുമായുള്ള ബന്ധം, പിതാവുമായുള്ള ബന്ധം, സഹോദരി സാറുള്ള ബന്ധങ്ങളൊക്കെ ശിഥിലമാവാനും ദുർബലമാവാനും. അപ്പൊ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് അവിടെ ഇല്ലാതായി പോവാ. അപ്പൊ നല്ലത് എന്താണെന്ന് വെച്ചാൽ ഉമ്മയെങ്കിൽ ഉമ്മ, ഉപ്പയോ ഉമ്മയോ ഒരുമിച്ച് കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. അതാണ് ശരിക്കും വേണ്ടത്. പക്ഷെ നമ്മളിപ്പോ ഈ പ്രവാസികളായ സ്ഥിതിക്ക് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ എങ്കിലും ഈ പ്രോക്സിമിറ്റിയെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്? അതിനുള്ള വഴി എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ ഇവിടെ കേരളത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്, അല്ലെ? ഇതുപോലെ എല്ലാ ആഴ്ചകളിലും ഒരു സമയം നിശ്ചയിച്ചിട്ട് നിങ്ങളെ ഭാര്യയും മക്കളെയൊക്കെ കൂടി സൂമിൽ അസോസിയേറ്റ് ചെയ്യുക. അങ്ങനെ ഒരാഴ്ചത്തെ കംപ്ലീറ്റ് ഒന്ന് റിവ്യൂ ചെയ്യുക, എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ പോയി, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ട്. മസിൽ പിടിക്കരുത്, ഒരു സൂപ്പർ ഇമ്പോസിഷനോ ഒരു ഡോമിനേഷനോ അവർക്ക് തോന്നരുത്. വളരെ ഫ്രണ്ട്ലി. അവിടെയാണ് പ്രോക്സിമിറ്റി, അടുപ്പം. നിങ്ങളിങ്ങനെ മസിലും പിടിച്ച് മുഖത്ത് ഭയങ്കര ഗൗരവം കാണിച്ച് എപ്പോഴും ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എവിടെ അടുപ്പം? അങ്ങനെ നമ്മുടെയൊക്കെ പിതാക്കന്മാരില്ലേ, നമുക്കറിയില്ലേ, നമ്മുടെ പിതാക്കന്മാരൊക്കെ സ്നേഹത്തിന്റെ നിറകുടങ്ങളാണ്. പക്ഷെ എന്താ അവരുടെ കുഴപ്പം? സ്നേഹം പ്രകടിപ്പിക്കാൻ അവർക്കറിയില്ല, ഭയങ്കര ഗൗരവം. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ നമ്മുടെ പിതാക്കന്മാരുമായി തമാശ പറയാനോ അവരുമായി കൂടെ ഇരുന്നു കൊണ്ട് സൗഹാർദ്ദപരമായ നിമിഷങ്ങളിൽ തള്ളി നീക്കാനോ നമുക്ക് കഴിയാറില്ല. അത് വലിയ നഷ്ടല്ലേ? ഹേയ്, 80 85 ഒക്കെ പ്രായമുള്ള നമ്മുടെ മാതാപിതാക്കള്, നമുക്ക് മാതാവ് അങ്ങനെയല്ല, മാതാവ് നേരെ തിരിച്ചാണ്. പ്രോക്സിമിറ്റിയുടെ മൂർത്തരൂപം, സമീപസ്ഥതയുടെ ആൾരൂപമാണ് മാതാവ്, അല്ലേ? പിതാവും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്തോ ചില പ്രശ്നങ്ങൾ കാരണം, സൈക്കോളജിയുടെ മിസ്സിംഗ് കാരണമാണ്, ശാസ്ത്രപരമായ സമീപനം ഇല്ലാത്തതിന്റെ പേരിലാണ് നമുക്ക് അവരുമായി അങ്ങനെ ഇടപഴകി ഇടചേർന്ന് കഴിയാൻ പറ്റാതെ. ഇനി പ്രോക്സിമിറ്റിയെ കുറിച്ച് പറയുമ്പോ, ഇപ്പൊ നമ്മളിപ്പോ 1 മണിക്കൂർ ആവാറായിട്ടോ. അപ്പൊ ഇനിയുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറയാം. കുറച്ചൊരു ഗഹനത കിട്ടാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാണ്. മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ 20-ാം വയസ്സിൽ ഇംഗ്ലണ്ടിൽ പോയി നിയമബിരുദം പഠിക്കാൻ വേണ്ടിയിട്ട്. അന്നത്തെ അദ്ദേഹത്തിന്റെ വേഷം നിങ്ങൾക്ക് അറിയോ? കോട്ട്, സൂട്ട്, പിന്നെ തൊപ്പി, പ്രത്യേക തൊപ്പി, ഹാറ്റ് ഒക്കെ ആയിട്ട് വളരെ വെൽ ഡ്രസ്, നല്ല ഷൂസ് ഒക്കെ ഇട്ടിട്ട് കുട്ടപ്പനായിട്ടാണ്. അവിടുന്ന് അദ്ദേഹം 23-ാം വയസ്സിൽ തിരിച്ചു വന്നു. അതിനുശേഷം ഒരു വക്കീൽ എന്ന നിലയിൽ കോടതിയിൽ വാദിക്കാൻ വേണ്ടി ഒരു അബ്ദുള്ള എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരന് വേണ്ടിയിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി. അങ്ങനെ സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം എത്തി. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന് ഒരുപാട് തിക്തനുഭവങ്ങളാണ്. അൺടച്ചബിലിറ്റി,
വർണ്ണവിവേചനത്തിന്റെ വർണ്ണപെറിയുടെ തിക്താനുഭവങ്ങളിലൂടെ അദ്ദേഹം, തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. 10-23 വർഷമാണ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ ചെലവഴിച്ചത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു ഐഡിയോളജി രൂപപ്പെട്ടു വന്നത്. ഈ വിവേചനങ്ങൾക്കെതിരെ, തൊട്ടുകൂടായ്മയ്ക്കെതിരെ ഒരു പ്രത്യയശാസ്ത്രം രൂപപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി, ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ സൗത്ത് ആഫ്രിക്കയിലാണെങ്കിലും, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ടാണെങ്കിലും അതിനൊന്നും വലിയ സ്വീകാര്യത കിട്ടിയില്ല. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലൊക്കെ വന്നെങ്കിൽ പോലും വലിയ സ്വീകാര്യത ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ അദ്ദേഹം തീരുമാനിക്കുകയാണെന്ത്, അദ്ദേഹത്തിന്റെ വേഷഭൂഷാദികൾ വലിച്ചെറിയുന്നു. പകരം 2 മുണ്ട്, ഒരു മുണ്ട് ഉടുക്കാനും ഒരു മുണ്ട് പുതക്കാനും, ഒരു ഫക്കീറിന്റെ വസ്ത്രം അദ്ദേഹം അണിയാണ്. നമ്മള് ഇഹ്റാമിലാണ് ഈ വേഷം കണ്ടിട്ടുള്ളത് അല്ലെ? ഹജ്ജിന് പോകുമ്പോഴാണ് നമ്മൾ ഈ വേഷം കണ്ടിട്ടുള്ളത്. ഒരു പക്ഷേ ഗാന്ധി ഹജ്ജിന്റെ വേഷം കടമെടുത്തതാണോ എന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ഉടുക്കാനൊരു മുണ്ട്, പുതക്കാനൊരു മുണ്ട്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഹി കെയിം ഡൗൺ ടു ദ ലെവൽ ഓഫ് ദ പീപ്പിൾ, ഓർഡിനറി കോമൺ മാൻ. സാധാരണ ജനങ്ങളുടെ നിലവാരത്തിലേക്ക് അദ്ദേഹം ഇറങ്ങി വന്നു. ഗോപുരവാസിയായ അദ്ദേഹം ഇറങ്ങി വന്നു, സമീപസ്ഥനായി. പ്രോക്സിമിറ്റി, നിയർനെസ്, അടുപ്പം. പിന്നീട് നമ്മൾ എന്താ കണ്ടത്? ജനകോടികളെ നമായി മാറ്റും ജന്മഗ്രഹമല്ലോ എന്ന് പാട്ടിട്ടില്ലേ? എന്ന പോലെയുള്ള റോളായിരുന്നു പിന്നെ ഗാന്ധി. അദ്ദേഹം പോകുന്ന വഴിത്താരകളിലൊക്കെ കോടിക്കണക്കിന് ജനങ്ങള് ഒരു നിമിഷത്തെ ദർശനത്തിന് വേണ്ടി തടിച്ചുകൂടി. കോടാനുകോടി ഇന്ത്യക്കാരെ ഒരു ദിശയിലേക്ക് ആനയിക്കാൻ, മൊബിലൈസ് ചെയ്യാൻ കഴിവുള്ള പ്രഭാഷകനായിട്ട് അദ്ദേഹം മാറി. അതിൽ ഒരു പ്രധാന ഘടകം ഈ വസ്ത്രത്തിന്റെ വലിച്ചേറിലുണ്ടായിരുന്നു. അവിടെ പ്രോക്സിമിറ്റി ഇല്ലേ, അടുപ്പമില്ലേ ജനങ്ങളിലേക്ക്? ഇതല്ലേ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ ഖദർ കൊടുക്കാനും പാൻറ്റൊന്നും ഇടാതെ തുള്ളിയെടുക്കാനും ഒക്കെ എപ്പോഴും ജനങ്ങളുടെ ആ ഒരു ഇതില്, ആ എലക്ഷൻ, പ്രത്യേകിച്ച് എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഭയങ്കര ഇതൊക്കെ ഇടും, ബ്ലേസറൊക്കെ ഇട്ട് നല്ല സ്റ്റുഡിയോയിലായിരിക്കും. ഇലക്ഷൻ കഴിഞ്ഞൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്. ഇത് പാലം കടക്കുവോളം പ്രോക്സിമിറ്റി, പാലം കടന്നാൽ ഗ്യാപ്പ്. ഇതാണ്. അപ്പോ പ്രോക്സിമിറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി പിന്നെ പരസ്പര ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്ന വിഷയത്തിൽ അടുത്ത ഒരു ഘടകം എന്താണെന്ന് നോക്കാം. അത് വേറൊന്നുമല്ല, നീഡ്സ് കോംപ്ലിമെന്റാലിറ്റി എന്ന് പറയുന്നൊരു സംഗതിയാണ്. എന്താ ഈ നീഡ്സ് കോംപ്ലിമെന്റാലിറ്റി? ആവശ്യങ്ങളുടെ പൂർത്തീകരണം. ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു സംഘടനാ നേതാവ് എന്ന നിലയിൽ, ഒരു സ്ഥാപനത്തിന്റെ ഉടമ എന്ന നിലയിൽ, ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി എന്ന നിലയിൽ ഒക്കെ തന്നെ നമ്മുടെ കീഴിലുള്ള ആളുകളോട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അവർക്ക് ചില അവകാശങ്ങൾ നമ്മളിലുണ്ട്. അത് സംബന്ധമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുല്ലുക്കും റായും കുല്ലു മസ്ഊലിൻ റഇയത്തിഹി എന്നാണ്. നിങ്ങളിൽ ഓരോരുത്തരും ഭരണാധികാരിയാവുന്നു, ഭരണീയരെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതുമാവുന്നു. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കെ, നിങ്ങൾ ഭരണാധികാരിയല്ലേ, ഒരു പിതാവല്ലേ അല്ലേ? നിങ്ങൾ എന്ന വ്യക്തിയുടെ ഭരണാധികാരിയല്ലേ? ഞാനെന്ന സ്വത്വത്തെ നയിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളിൽ ചില അവകാശങ്ങളുണ്ട്. നിങ്ങൾ വ്യായാമം ചെയ്യാറുണ്ടോ? കൃത്യമായി ഉറങ്ങാറുണ്ടോ? കൃത്യമായ ഭക്ഷണം കഴിക്കാറുണ്ടോ? നിങ്ങൾ റിലാക്സേഷൻ ടെക്നിക്കിന് ദിവസേന വിധേയമാവാറുണ്ടോ? ഇതിനൊക്കെ ഉത്തരം യെസ് എന്നാണെങ്കിൽ ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിങ്ങൾ നിറവേറ്റുന്നുണ്ട്, നീഡ്സ് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളോട് സ്നേഹം ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ പോലെയുള്ള ആളുകളെ, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ആവശ്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഹൈറാർക്കി ഓഫ് നീഡ്സ് അബ്രഹാം മാസ്ലോ പറഞ്ഞ, അതിൽ അടിസ്ഥാനപരമായ ആവശ്യമാണ് ഒന്ന് വെള്ളം, ആഹാരം, അതോടൊപ്പം തന്നെ സെക്ഷൽ റിപ്രൊഡക്ഷറി നീഡ്സ്. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് സെക്യൂരിറ്റി, സുരക്ഷിതത്വം വേണം. മൂന്നാമത് സാമൂഹികമായ ആവശ്യങ്ങളാണ്, സോഷ്യൽ നീഡ്സ്.
ഈ 4ഉം 5ഉം ആണ് ഏറ്റവും സുപ്രധാനമായത്. നാലാമത്തെ ആവശ്യം എന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീം നീഡ്സ് ആണ്. എന്താ ഈ സെൽഫ് എസ്റ്റീം നീഡ്സ്? സെൽഫ് എസ്റ്റീം നീഡ് എന്ന് പറഞ്ഞാൽ എന്നെ അംഗീകരിക്കൂ, എന്നെ പ്രോത്സാഹിപ്പിക്കൂ, എന്നെ പരിഗണിക്കൂ, എനിക്ക് പാരിതോഷികങ്ങൾ നൽകൂ, എന്നെ ബഹുമാനിക്കൂ, എന്നെ ആദരിക്കൂ, എന്നെ പ്രൊമോട്ട് ചെയ്യൂ. ഇങ്ങനെയുള്ള ഒരു ആവശ്യം മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവത്തിലാണ്. നിങ്ങൾക്ക് കേൾക്കാനല്ലേ ഞാൻ പറയുന്നത്? കേൾക്കാനല്ലേ? ആ, ഒരു സെക്കൻഡ്, ഇവിടെ ബാറ്ററി റണ്ണിങ് ലോ ആണ്. ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. ബാറ്ററി റണ്ണിങ് ലോ, ബാറ്ററി റണ്ണിങ് ലോ. ലൂസ് കണക്ഷൻ ഉണ്ടോ? ആ, ഓക്കെ. അപ്പോ യെസ്, ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ സെൽഫ് എസ്റ്റീം നീഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മക്കളെ ആണെങ്കിലും സഹപ്രവർത്തകരെ ആണെങ്കിലും ഒക്കെ തന്നെ അവർ അർഹിക്കുന്ന അംഗീകാരവും പ്രോത്സാഹനവും ലാളനയും എല്ലാം നൽകിയിരിക്കണം. അപ്പോൾ ആ ബന്ധം ഭയങ്കര ഊഷ്മളമായിരിക്കും, സ്നേഹമുണ്ടാവും. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്, ഗീവ് ലവ് ആൻഡ് ടേക്ക് ലവ്. സ്നേഹം നൽകൂ, സ്നേഹം നേടൂ. ഇതുപോലെ നീഡ്സ് കോംപ്ലിമെന്ററിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊരു കാര്യം സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. അതാണ് 5ാമത്തെ അടിസ്ഥാനപരമായ ആവശ്യം. എന്താണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ? ആത്മാവിഷ്കാരമാണ്. ഓരോ മനുഷ്യനും ഓരോരോ തരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവും, ഓരോരോ ജീവിതാഭിലാഷങ്ങൾ ഉണ്ടാവും, ഓരോരോ കരിയർ ഗോളുകൾ ഉണ്ടാവും, ഡ്രീം കരിയർ ഉണ്ടാവും. അപ്പൊ അതിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടി എല്ലാ ഫെസിലിറ്റേഷൻ ചെയ്തു കൊടുക്കുക, മോട്ടിവേഷനും പ്രോത്സാഹനവും അവർക്ക് വേണ്ടുന്ന ഡിവൈസുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെ ഇപ്പൊ മക്കളുടെ ഒക്കെ കാര്യം വരുമ്പോ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങൾ, ഇപ്പോ ഇന്റർനെറ്റ് കണക്ടിവിറ്റി വേണം, ഇപ്പൊ അവർക്ക് ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടാബോ വേണ്ടി വരും. അതുപോലെ തന്നെ അവർക്ക് ഈ കുറെ കാര്യങ്ങളുടെ പ്രിന്റ് ഔട്ട് എടുക്കാനുള്ള സൗകര്യങ്ങൾ വേണ്ടി വരും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന പിന്തുണ കൊടുത്താല് അവിടെ എന്താണ്, ബന്ധം വളരെ ഊട്ടിയുറപ്പിക്കുന്ന സ്നേഹബന്ധമായിട്ട് അത് മാറും. അതല്ലാതെ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർക്ക് നേരെ 4 ചോദ്യങ്ങൾ ഉന്നയിച്ച് അതെങ്ങനെയെങ്കിലും അങ്ങ് അത് കാര്യമില്ല. കാര്യം വെച്ചാൽ നാടോടുമ്പോൾ നടുക ഓടാതെ രക്ഷയില്ലല്ലോ. ഇപ്പൊ ക്ലാസ്സുകളൊക്കെ പലതും ഓൺലൈനിലല്ലേ നടക്കുന്നത്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ. നമ്മുടെ നാട്ടിലും വളരെ വേഗം അത് സംഭവിക്കാൻ പോവാണ്. കാര്യം അധികം താമസിയാതെ തന്നെ ലോകം മുഴുവനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഓട്ടോമേഷന്റെയും പിടിയിൽ അമരാൻ പോവാണ്. അതിന്റെ ഒരു ഹെഗമണി, അതിന്റെ ഒരു മേധാവിത്വത്തിലേക്ക് പോവാണ്. ടാക്സികളും എന്തിനധികം ഡോക്ടർമാരും വിദ്യാഭ്യാസ സമ്പ്രദായം ഒക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് വരാൻ പോവാ. ഇപ്പൊ തന്നെ ആയില്ലേ ഓൺലൈൻ ടീച്ചിങ് അതിവേഗം. ഈ കൊറോണ സ്റ്റാർട്ട് ചെയ്തപ്പോ ദ്രുതഗതിയിലല്ലേ ഒരു പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെല്ലാ കുട്ടികളെല്ലാരും ചേക്കേറിയത്.
അല്ലെ? ഒരു ടേം 3 മാസക്കാലത്തെ അധ്യാപനം നടന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ്. വിജയകരമായിട്ട് നടന്നു. അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ടില്ല എന്നല്ല. പക്ഷെ ഈ കൊറോണ കാലഘട്ടം കഴിഞ്ഞാൽ ലോകം ഒരിക്കലും വിദ്യാഭ്യാസ രീതി ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല. അവിടെ ഫേസ് ടു ഫേസ് ടീച്ചിങ്ങും ഓൺലൈൻ ടീച്ചിങ്ങിന്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും നടക്കാൻ പോകുക. എന്ന് വെച്ചാൽ ഈ ഓട്ടോമേഷന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടം ഒരു പക്ഷേ 2 പതിറ്റാണ്ടുകൾ എടുക്കുമായിരുന്ന ആ സംഗതി ഒരു പതിറ്റാണ്ടിലേക്ക് ചുരുങ്ങുന്നത് പോലെ ആയി മാറിയിട്ടുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇതുമായി പുറംതിരിഞ്ഞു നിന്നിട്ട് കാര്യമില്ല. ഇവിടെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഒരു വളർച്ചാ മനോഭാവം നമുക്ക് ഉണ്ടാവണം. ഇതിനൊന്നും അംഗീകരിക്കാതെ ഇനിയും കിളി പറന്നു പോകാത്ത രീതിയിലുള്ള മനോഭാവം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാതെ നമ്മൾ നോക്കണം. അപ്പൊ നീഡ്സ് കോംപ്ലിമെന്റാലിറ്റിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ്. പരസ്പര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ അത്യാവശ്യമായ ഒരു കാര്യമാണ് പരസ്പര ശരിയായ രീതിയിലുള്ള ആശയവിനിമയം എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാല് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് എന്റെ വീട്ടിൽ വന്ന സമയത്ത് അബുദാബിയിൽ നിന്ന് ഞാൻ ചോദിച്ചു, ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തമാശ രൂപത്തിൽ ചോദിച്ചാണ്, കാള പറ്റുമെന്ന് പറഞ്ഞാൽ കയറെടുക്കുമെന്ന് ചോദിച്ചു. ആ പയ്യൻ പറയണ എടുക്കും. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച്, കാള പറ്റുമെന്ന് പറഞ്ഞാൽ നീ കയറെടുക്കോ? ആ എടുക്കും. അപ്പൊ ഞാൻ അവരോട് വളരെ ക്ഷമയോട് കൂടി ചോദിച്ചു, നീ കാള എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അവൻ പറയണേ, കാള എന്ന് പറഞ്ഞാൽ എരുമ. കാള എന്ന് പറഞ്ഞാൽ എരുമ എന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. അപ്പോ കാള എന്ന് പറയുന്ന വാക്കുകൊണ്ട് അവൻ കൺസീവ് ചെയ്തിരിക്കുന്ന പിക്ചർ എരുമയാണ്. എരുമ പറ്റൂ എന്ന് പറഞ്ഞാൽ കയറെടുക്കുമല്ലോ. ഇതാണ് വിഷയം. അപ്പൊ ഭാഷ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഉപാധി മാത്രമാണ്. എൻകോഡിങ്ങും ഡീകോഡിങ്ങും ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ എന്താണ് എൻകോഡ് ചെയ്തത്? കാള എന്ന 2 ശബ്ദം, കാള എന്ന ശബ്ദം കേൾക്കുമ്പോൾ അവൻ കോഡ് ചെയ്തിട്ടുള്ളത് എരുമയാണ്. സ്വാഭാവികമായിട്ടും ആ ശബ്ദം കേൾക്കുമ്പോൾ അവന്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരിക എരുമയുടെ ചിത്രമായിരിക്കും. അപ്പോ ഇവിടെ മോനെ നീ കാള എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചത് കൊണ്ടല്ലേ എനിക്ക് അവന്റെ പ്രശ്നം മനസ്സിലായത്. അതല്ലാതെ ഞാൻ അവന് ഈ പയ്യൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനത്ത് അവനോട് കാള പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ കയറെടുക്കുമെന്ന് ചോദിച്ചു, എടുക്കുമെന്ന് പറഞ്ഞു. എന്തൊരു മണ്ടനായവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനെ ആക്ഷേപിക്കാൻ നിന്ന് ഞാൻ 4 ആളോട് വിളിച്ച് പറഞ്ഞേ കണ്ടാ. അപ്പൊ അവനെന്തായി? അവന്റെ ആ ഒരു സെൽഫ് ഇമേജിനെ വല്ലാതെ അങ്ങ് ഇടിച്ചു താഴ്ത്തി ടാർണിഷ് ചെയ്യുന്ന അവൻ പരിഹാസ കഥാപാത്രമായിട്ട് മാറുക. അങ്ങനെ ചെയ്യരുത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ധരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. മക്കളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ പല അബദ്ധങ്ങളും അവർ പറയും. അബദ്ധങ്ങൾ പറയാനുള്ള കാരണം അവർ കൺസ്യൂം ചെയ്ത ഐഡിയ വെച്ചിട്ട് അവർ പറയുന്നത്. അപ്പൊ അതില് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് സൗഹാർദ്ദത്തോടുകൂടി ചോദ്യങ്ങൾ ക്ഷമയോടുകൂടി ഇവിടെ ഇപ്പോ പിന്നെ 2 4 എന്നുള്ളതിന് പകരം 5 എന്നൊരു കുട്ടി എഴുതിയാല് മാതാവോ അല്ലെങ്കിൽ പിതാവോ ചോദിക്കുക, എടാ 2 എത്ര? കുട്ടി പറയാം 5 എന്ന് ഒരൊറ്റ പൊട്ടിക്കലാണ് ഉടനെ. അല്ലാതെ എന്താ ഈ 2 കുട്ടി 4 എന്ന് പറയാനുള്ളത് നമ്മൾ ചിന്തിക്കില്ല. അത് ചിന്തിക്കില്ല. ഞാൻ അത് സംബന്ധമായിട്ടൊരു ഉദാഹരണം പറഞ്ഞാല്, ഒരു ടീച്ചർ ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, എടേ ഞാൻ നിനക്ക് ഒരു ആപ്പിൾ തന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയോട് ആ പെൺകുട്ടിയുടെ ടീച്ചർ ചോദിക്കുകയാണ്, ഞാൻ നിനക്കൊരു ആപ്പിൾ തന്നു, ഞാൻ നിനക്ക് ഒരു ആപ്പിൾ കൂടി തന്നു, ഒരാപ്പിൾ കൂടി തന്നു. ഇപ്പൊ നിന്റെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ട്? കുട്ടി പറഞ്ഞു 5 മാം. എന്താ ടീച്ചറുടെ അവസ്ഥ? ടീച്ചർ പറഞ്ഞു, മോളെ നീ ശ്രദ്ധിക്കുന്നില്ലല്ലോ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഞാൻ ഒന്നുകൂടി ഈ ചോദ്യം ആവർത്തിക്കാം. ഞാൻ നിനക്ക് വിരലോട് കാണിച്ചാൽ ഞാൻ നിനക്ക് ഒരു ആപ്പിൾ തന്നു, ഞാൻ നിനക്ക് ഒരു ആപ്പിൾ തന്നു, ഞാൻ നിനക്ക് ഒരു ആപ്പിൾ തന്നു, ഞാൻ നിനക്ക് ഒരു ആപ്പിൾ കൊടുത്തു. ഇപ്പൊ നിന്റെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ട്? അതാ ചോദ്യം. കുട്ടി പറയണ 5. ടീച്ചർക്ക് കുറച്ചൊരു പ്രയാസം തോന്നി. എന്താ ഈ കുട്ടിയോട് ഇത്ര ക്ലിയർ ആയിട്ട് ചോദിച്ചത് ഈ കുട്ടി എന്തെങ്കിലും തെറ്റായി പറഞ്ഞത് നിസ്സാരമായ ഒരു ചോദ്യം. അപ്പൊ ടീച്ചർ വിചാരിച്ച് ഓക്കെ ഒന്നുകൂടി ക്ഷമ കാണിച്ചിട്ട് ടീച്ചർ ചോദ്യം ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ മോളെ എന്ന് പറഞ്ഞ് ചോദിച്ചെന്ന് പറയും, ഞാൻ നിനക്ക് ഒരു സ്ട്രോബെറി തന്നു, ഒരു സ്ട്രോബെറി കൂടി തന്നു, ഒരു സ്ട്രോബെറി കൂടി തന്നു, ഒരു സ്ട്രോബെറി കൂടി തന്നു. ഇപ്പൊ നിന്റെ കയ്യിൽ എത്ര സ്ട്രോബെറി ഉണ്ട്? കുട്ടി പറഞ്ഞു 4. ടീച്ചർക്ക് ഭയങ്കര ആശ്വാസമായി.
ഗ്രേറ്റ്, വണ്ടർഫുൾ, ഗുഡ് എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ അപ്രിഷിയേറ്റ് ചെയ്തു. എന്നിട്ട് ടീച്ചർ ഒന്നുകൂടി പറഞ്ഞേ, മോളെ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഒന്നുകൂടി ചോദിക്കട്ടെ. ചോദിച്ചു ടീച്ചറെ. മോളെ നിനക്ക് ഞാൻ ഒരാപ്പിൾ തന്നു, ഒരാപ്പിൾ തന്നു, ഒരാപ്പിൾ തന്നു, ഒരാപ്പിൾ കൂടി. ഇപ്പൊ നിന്റെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ട്? കുട്ടി പറയണ 5. എന്ത് ചെയ്യും? ടീച്ചർ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇടങ്ങറായി. അപ്പൊ കുട്ടി പറയണേ, ഈ ടീച്ചർ കുട്ടിയോട് ചോദിക്കണം, മോളെ ഞാൻ നിന്നോട് സ്ട്രോബെറിയെ കുറിച്ച് ചോദിച്ചപ്പോ നീ കറക്റ്റ് ഉത്തരം പറഞ്ഞല്ലോ, പക്ഷെ നിന്നോട് ഞാൻ ആപ്പിളിനെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ നീ തെറ്റായ ഉത്തരമാണല്ലോ പറയുന്നത്, എന്താ കാര്യം? അപ്പൊ ആ കുട്ടി പറയാണ്, മാം എന്റെ ബാഗിൽ നേരത്തെ തന്നെ ഒരു ആപ്പിൾ ഉണ്ട്. മാം ചോദിക്കുന്നത് എന്താ, ഇപ്പൊ എന്റെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടെന്നല്ലേ? 4 ടീച്ചർ ഒന്ന്, ഒരെണ്ണം എന്റെ ബാഗിൽ ആൾറെഡി ഉണ്ട്. ഇതാണ് ഞാൻ ഈ 5 പറയുന്നത്, കണ്ടോ? അപ്പൊ ടീച്ചർ ചോദിച്ചപ്പോഴാണ് കുട്ടി ആ സത്യാവസ്ഥ പറയുന്നത്. അല്ലെങ്കിൽ ഈ കുട്ടിയെ ടീച്ചർ എങ്ങനെയായിരിക്കും വിലയിരുത്താം? മഠയത്തി, ഇഡിയറ്റ്. കുട്ടിയുടെ ഇമേജ് പോയി. കുട്ടിക്ക് ക്ലാസ്സിൽ വരാൻ താല്പര്യമില്ലാതായി. മറ്റ് കുട്ടികളുടെ മുന്നിൽ വളരെ ലജ്ജയോടുകൂടി മാത്രം സമീപിക്കേണ്ടുന്ന അവസ്ഥ വരുന്ന കുട്ടിക്ക്. ഞാൻ പറഞ്ഞ 2 ഉദാഹരണങ്ങളിൽ ഒന്ന് കാളപറ്റും, അവിടെയും എന്താണ് അവധാനത വേണമെന്നുള്ളതാണ്. നമുക്ക് എന്താണെന്നുള്ളതിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയും. കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് 2 ആള് തമ്മിലാവാം, 3 ആള് തമ്മിലാവാൻ, ഒരാളും ഒരുപാട് ആളുകൾ. ഇപ്പൊ നമ്മൾ നടത്തുന്നത് ഒരാൾ ഒരുപാട് ഗ്രൂപ്പിനോടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോ കമ്മ്യൂണിക്കേഷനിലുള്ള ഒരു പ്രധാന സംഗതി, നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ 2 പേര് ഇരുന്ന് സംസാരിക്കാന്നിരിക്കുക. ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റേ ആൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഈ പറയുന്നത് ശ്രദ്ധിക്കില്ല, ഇയാളോട് എന്ത് മറുപടി പറയണം, ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിനുള്ള വാക്കുകൾ, അതിനുള്ള ആശയങ്ങൾ ഈ പറയുന്നതിൽ ആൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. കാരണം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആൾ ചിന്തിക്കണം. അത് പാടില്ല. യു സ്പീക്ക് ഡാഷ് അബൌട്ട് ഡാഷ്. ആദ്യം നിങ്ങൾ, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആദ്യം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ മറ്റുള്ളവൻ പറയുന്നത് കംപ്ലീറ്റ് തീരുന്നവരെ ക്ഷമയോടുകൂടി കേൾക്കുക. ഈ വിഷയത്തില് നമ്മുടെ ചാനൽ ചർച്ചകൾ ഏറ്റവും വൃത്തികെട്ട ഉദാഹരണങ്ങളാണ്. പ്രത്യേകിച്ച് ചില സംഘടന, രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കള് പടച്ചോനെ പെറ്റ തള്ള സഹിക്കത്തില്ല എന്നുള്ള അവസ്ഥയിലാണ്. ശരിയല്ലേ പറഞ്ഞേ? ഒരു ഇംഗ്ലീഷ് ചാനലുണ്ട്, അവതാരകൻ മാത്രം എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിലിടയ്ക്ക് ഒരു സിനിമാ നടി വന്നിരുന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. അവർക്ക് ഒരു നിമിഷം പോലും അവസരം കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചു. അപ്പൊ ഇങ്ങനെ ഈ പരസ്പര ബന്ധങ്ങളുടെ മനഃശാസ്ത്രത്തിൽ കമ്മ്യൂണിക്കേഷന്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്തവരാണ് പലപ്പോഴും ഈ ചാനലുകൾക്ക് വന്നിരുന്നിട്ട് മോഡറേറ്ററായി പ്രവർത്തിക്കുന്നുള്ളത്. എന്ത് വലിയൊരു ദുര്യോഗമാണ്, എന്തൊരു അപരിഷ്കൃതത്വമാണ്. മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ പിന്നെ ശരിയായ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക. ഇപ്പോ നമ്മളെ സമീപസ്ഥരായി, അതാണ് ആദ്യത്തെ ഘടകം, സമീപസ്ഥരായി, പ്രോക്സിമിറ്റി. രണ്ടാമത് നമ്മൾ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നു, നീഡ്സ് കോംപ്ലിമെന്റാലിറ്റി. അതിനുശേഷം നമ്മൾ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ എന്താണെന്നറിയോ? അവരുടെ ചെവി അവർ നമുക്ക് തരും. എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ശരിയായ രീതിയിലുള്ള ഒരു സംഭാഷണത്തിന്, ആശയവിനിമയത്തിലുള്ള അവസരം അവിടെ ഉണ്ടാവും. അതാണ് എന്റെ കാര്യം. ഇപ്പൊ ഈ പ്രളയത്തിലൊക്കെ, പ്രളയം നടക്കുമ്പോഴൊക്കെ പിന്നെ ആളുകൾക്ക് റിലീഫ് പ്രവർത്തനങ്ങൾ വേണം. അപ്പൊ ചില സംഘടനകൾ തീവ്രവാദ മുദ്ര ചാർത്തി സമൂഹത്തിൽ നിന്ന് അന്യവൽക്കരിക്കാനും ഒറ്റപ്പെടുത്താനും ശ്രമിച്ച ചില സംഘടനകൾ വളരെ സജീവമായി സേവന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടപ്പോൾ, അവർക്ക് വേണ്ട നീഡ്സ് കോംപ്ലിമെന്റ് ചെയ്തപ്പോൾ, അവർ ഈ സംഘടനകളെ നെഞ്ചിലേറ്റാൻ തുടങ്ങി. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ഇവരെ അഭിനന്ദിക്കാൻ തുടങ്ങി. ഇവരെ കുറിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായം മാറി എന്ന് പറയാൻ തുടങ്ങി. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? അപ്പോ നീഡ്സ് കോംപ്ലിമെന്റ് ചെയ്യുമ്പോ പരസ്പരം ആശയവിനിമയം നടത്താനുള്ള ഒരു വിൻഡോ ഓപ്പൺ ആവുന്നു. അങ്ങനെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ ഓപ്പൺ ആകുമ്പോൾ തൊട്ടുടനെ നടക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ആറ്റിറ്റ്യൂഡ് സിമിലാരിറ്റി എന്ന് പറയുന്ന അടുത്ത ഘടകത്തിലേക്ക് എത്തും. ആറ്റിറ്റ്യൂഡ് സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടുകളിലെയും മനോഭാവങ്ങളിലെയും സാമ്യത. എവിടെ കുഴപ്പം? ഒരു വീട്ടിൽ 4 മക്കള്,
ഒരാള് കോൺഗ്രസ്, ഒരാള് കമ്മ്യൂണിസ്റ്റ്, ഒരാള് മുസ്ലിം ലീഗ്, ഒരാള് വേറെ ഏതെങ്കിലും ഒരു സംഘടന എന്ന് ചോദിച്ചു. ഇവര് തമ്മില് ആറ്റിറ്റ്യൂഡ് സിമിലാരിറ്റി അല്ല ഉണ്ട്, എന്താണ് ഡിസിമിലാരിറ്റി ആണ്. അവര് തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും ആർഗ്യുമെന്റും ബഹളവും അടിപിടിയുമാണ്. മനസ്സിലായി? അപ്പൊ ഇത് ആറ്റിറ്റ്യൂഡ് സിമിലാരിറ്റിയൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷമയോടെ ഒരാൾക്ക് പറയാനുള്ളത് മുഴുവനും കേൾക്കുക, എന്നിട്ട് അയാൾ പറഞ്ഞതിന് ശേഷം രണ്ടാമത് പറയാനുള്ള ആള് കംപ്ലീറ്റ് പറയുക. അപ്പൊ മറ്റാൾ ക്ഷമിച്ച് കേൾക്കണം. അങ്ങനെ ഒരു താളലയത്തിൽ ഒരു അവധാനതയോടുകൂടി കാര്യങ്ങൾ പറയുകയും ഒടുവിൽ ഒരുപാട് ചർച്ച ചെയ്തിട്ടും, കാരണം ഓരോരുത്തർക്കും കൺവിൻസിംഗ് ആയ കുറെ കാര്യങ്ങൾ ഉണ്ടാവും, കുറെ തെളിവുകൾ ഉണ്ടാവും. ഇപ്പൊ മുജാഹിദ് സംഘടനയുടെ ഹാർഡ് കോർ പ്രവർത്തകർക്ക് അതാണ് ശരി എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. കാരണം നിരന്തരം അവർ ഏത് തരത്തിലുള്ള പ്രഭാഷണങ്ങളാണോ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനോട് അവർ കൂടുതൽ സമരസപ്പെട്ടു പോകും. അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ രൂപപ്പെട്ടിരിക്കുക. വേറൊരു സംഘടന അതുപോലെ തന്നെ അവരും, ഇങ്ങനെ ഓരോരുത്തരും. അപ്പൊ നിങ്ങൾ പുതിയ തെളിവുകൾ ഹാജരാക്കുമ്പോൾ അവർക്ക് സ്വീകാര്യമാവില്ല. കാരണം അത് വളരെയധികം അവിടെ ബ്രെയിൻ വാഷിങ്ങിന് വിധേയമായിട്ടുണ്ട്, മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയമായിട്ടുണ്ടെന്നുള്ളതാണ് കാരണം. പിന്നെ ഒരു തരം സൈദ്ധാന്തികമായ വാശിയും ഒരു ന്യായീകരണ സ്വഭാവമൊക്കെ ഉണ്ടാവും. ന്യായീകരണ തൊഴിലായിട്ട് മാറുക, എന്ത് വിഴുപ്പ് കണ്ടാലും അതിന് ന്യായീകരിക്കുന്നതിലേക്ക് വരികയാണ്, ഒരു വൈകാരികമായ രീതിയിൽ സമീപിച്ചു. അപ്പൊ ഇവിടെയൊക്കെ നല്ലതെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള സമീപനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇവിടെ രണ്ട് കാഴ്ചപ്പാടുകളുണ്ട്. ഒന്ന് നിങ്ങളുടെ കാഴ്ചപ്പാട്, മറ്റൊന്ന് ഞാൻ പറയുന്ന കാഴ്ചപ്പാട്. ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം, അത് കാലം തെളിയിക്കും. അതേവരെ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. മനോഹരമായ എൻഡിങ് ആയിക്കോട്ടെ. നിങ്ങളിത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യമാണ്. വളരെ വലിയ പണ്ഡിതനായ ഒരു മനുഷ്യനുമായിട്ട് രണ്ട് കാഴ്ചപ്പാടുകളുണ്ടായ ഒരു തർക്കമാണ്, ചർച്ച തുടങ്ങി. അദ്ദേഹത്തിന്റെ വാദങ്ങൾ വളരെ നന്നായി അവതരിപ്പിക്കുന്നു, ഞാൻ എന്റെ വാദങ്ങളും അവതരിപ്പിക്കുന്നു. ഞങ്ങൾ എവിടെയും ഒന്നിക്കുന്ന ഒരു ബിന്ദുല്ല, പാരലൽ ടു ഈച്ച് അതറാണ്. അപ്പൊ അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ആണോ ശരി, ഞാൻ പറയുന്ന കാഴ്ചപ്പാടാണോ ശരി എന്നുള്ളത് കാലം തെളിയിക്കും. അതേവരെ നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞിട്ട് വളരെ രമ്യതയോടുകൂടി പിരിയ ചെയ്ത്, അതല്ലാതെ അടിച്ചു പിരിയല്ല. അപ്പൊ ഇത് നമുക്ക് ഈ പരസ്പര കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വിഷയത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതിലൂടെയാണ് ഈ ആറ്റിറ്റ്യൂഡ് സിമിലാരിറ്റി എന്ന് പറയുന്ന ഘടകത്തിലേക്ക് എത്താൻ പറ്റുക. ചിലരോട് ചർച്ച ചെയ്താൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിലേക്ക് അവരെയും കൊണ്ടുവരാനായിട്ട് സാധിക്കും. അവർക്ക് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ, കറക്റ്റ് ലോജിക്കും എല്ലാം പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ. ഇനി അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞത് എംപതി എന്ന് പറഞ്ഞതാണ്. എംപതി എന്ന് പറഞ്ഞാൽ അനുകമ്പ, അനുതാപം. സിമ്പതി അല്ല കേട്ടോ. സിമ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാള് വീണ് കിടക്കുക റോട്ടില്, അതിൽ ധാരാളം ആളുകൾ പോകുന്നുണ്ട്, കുറച്ച് ആളുകൾ ചുറ്റും വളഞ്ഞു നിന്നു, എന്നിട്ട് ഇങ്ങനെ വലിക്കുകയാണ്, അയ്യോ അയ്യോ കഷ്ടം 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 എന്നൊക്കെ പറയുന്നത്. ഇതാണ് സിമ്പതി. മനസ്സിലായോ? ആ വീണ ആളോട് ഭയങ്കര സിമ്പതിയാ, അനുകമ്പ. പക്ഷേ എമ്പതി എന്ന് പറയുന്നത്, ആ വീണ് കിടക്കുന്നത് ഞാനാണ്, ആ വീണ് കിടക്കുന്ന എന്റെ സഹോദരനാണ്, ആ വീണ് കിടക്കുന്ന എന്റെ മകനാണ് എന്ന രീതിയിൽ അത് എന്റെ വികാരമായി ഞാൻ നെഞ്ചിലേറ്റുകയും എന്നിട്ട് ഞാൻ എന്നെ രക്ഷിക്കുന്ന രീതിയിൽ ഞാൻ അതിൽ ഇടപെടുകയും അയാളെ പെട്ടെന്ന് തന്നെ കൈ വലയങ്ങളിൽ വാരിയെടുത്ത് ഒരു വാഹനം എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കുതിക്കുന്ന, ഇതാണ് അനുതാപം എന്ന് പറയുന്ന എംപതി. സിമ്പതി അല്ല, എംപതി. ഈ എംപതി ഉണ്ടെങ്കിൽ നിങ്ങളെ ആളുകൾ സ്നേഹിക്കും. അത് വീട്ടിലാവട്ടെ, ഭാര്യയുടെ കൈ മുറിഞ്ഞു, കത്തി കൊണ്ട് കൈ മുറിഞ്ഞു, നിങ്ങളിത് കാണുന്നു, ഉടനെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ ഉടനെ തന്നെ വേണ്ടുന്ന ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് വളരെ ആത്മാർത്ഥമായി ചെയ്യണം. മുറിവ് കഴുകുകയും അതിൽ കുറച്ച് ഡെറ്റോളോ എന്തെങ്കിലും ഒഴിക്കുകയും അവിടെ കുറച്ച് മരുന്ന് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്താലുണ്ടല്ലോ, ഇതാണ് എംപതി. എനിക്കാണ് പറ്റിയത്, എന്റെ ഭാര്യയ്ക്ക് പറ്റിയത്, എനിക്കാണ് പറ്റിയത്. എംപതി. അവരുടെ ഷൂവിൽ നിന്നുകൊണ്ട് ചിന്തിക്കാം നമുക്ക്. മക്കള് വീണു, ഓടിപ്പോയി എടുക്കുന്നു, ഹോസ്പിറ്റലിലേക്ക് കുതിക്കുന്നു, ആ മക്കൾക്കുള്ള സ്നേഹം ഉണ്ടല്ലോ, അതൊന്നും പിന്നെ വർത്താനങ്ങളിലൂടെ പറയേണ്ടിയില്ല. ഒറ്റ പ്രവൃത്തി മതി, 1000-10,000 വാക്കുകളെക്കാൾ പ്രബലമാണത്.
ഇതുപോലെ തന്നെ നമ്മുടെ ഓഫീസിൽ എംപ്ലോയറും എംപ്ലോയീസും, മനസ്സിലായോ? എംപ്ലോയറും എംപ്ലോയീസും തമ്മിൽ നല്ല സ്നേഹബന്ധം ഉണ്ടാവണം. എംപ്ലോയർ എംപ്ലോയീസിന്റെ സമീപസ്ഥരായിരിക്കണം. ഒരു 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 പിന്നെ ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഓണ്ടർപ്രണർ മലയാളം എന്താ? ഒരു ഒരു എന്താണ് ഓണ്ടർപ്രണർ മലയാളം? പ്രചാരകനാ. ഓക്കെ, അതിന് ഇൻവെസ്റ്റർ. ഓക്കെ, ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഒരാള്, അതിന് ഉടമ, കമ്പനിയുടെ ഉടമ. കമ്പനിയെ കാണേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? ഒരു ഗാർഡനെ പോലെയാണ് കാണേണ്ടത്. ഒരു ഗാർഡൻ, ആ ഗാർഡനിൽ കുറെ ചെടികൾ, ഈ ചെടികളൊക്കെ നന്നായി നട്ട് നനച്ച് പരിലാളിച്ച് വന്നാൽ നല്ല പൂക്കൾ കിട്ടും, നല്ല കായ്കൾ കിട്ടും, നല്ല ഫലം കിട്ടും. ആ ഗാർഡൻ വിജയകരമായി മുന്നോട്ട് പോകും. ഇതായിരിക്കണം ഒരു ഇൻവെസ്റ്ററുടെ മനോഭാവം ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇതൊക്കെ ഗാർഡനിലെ ചെടികളാണ്, ഇവരൊക്കെ നട്ട് നനച്ച് കൊണ്ടുവന്നാൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടും. മറ്റൊരു ഉദാഹരണം പറഞ്ഞാല്, ഒരു എംപ്ലോയർക്ക് എംപ്ലോയീസിനെ കുറിച്ച് തോന്നേണ്ടത് ഇവരൊക്കെ പൊന്മുട്ടയിടുന്ന താറാവുകളാണെന്നാ. അപ്പൊ പൊന്മുട്ടയിടുന്ന താറാവ് എന്നെ നന്നായി പരിചരിക്കേണ്ടതാണ്, നന്നായി തീറ്റിപ്പോറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പൊന്മുട്ട ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതല്ലാതെ പൊന്മുട്ടയിടുന്ന താറാവിന്റെ വയറ് കീറിയിട്ട് മുട്ടകൾ മൊത്തം എടുത്തു കളയാമെന്ന് ആ ഉടമ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പരമവിഡ്ഢിയായിരിക്കും. അയാളെ സ്ഥാപനം തകർന്ന് എപ്പോ തകർന്നു ചോദിച്ചാൽ മതി. പലപ്പോഴും നമ്മുടെ പിന്നെ മുതലാളിമാരുടെ മനോഭാവം ഇങ്ങനെയൊക്കെയാണ്. അവര് സമീപസ്ഥരല്ല. അവര് ഗാർഡനെ പോലെയോ പൊന്മുട്ടയിടുന്ന താറാവിനെ പരിചരിക്കുന്ന പോലെയോ ഒന്നല്ല നമ്മൾ കാണുന്നത്. നമ്മളെങ്ങനെ നമ്മുടെ നിസ്സഹാവസ്ഥ എങ്ങനെ ചൂഷണം ചെയ്യാന്ന് അവർ നോക്കും. പലപ്പോഴും ഓവർ ടൈം അവര് പേ ചെയ്യില്ല. നമ്മുടെ ഹോളിഡേയ്സ് അവർ കട്ട് ഷോട്ട് ചെയ്യും. നമുക്ക് അലവൻസും കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് തരാതെ നോക്കും. അവർക്ക് സമ്പത്ത് കാലം വരുമ്പോഴും അവർ നമ്മളെ അതിൽ നിന്ന് പങ്ക് തന്ന് സഹായിക്കുന്നില്ല. ആപത്ത് കാലം വരുമ്പോൾ നമ്മുടെ ശമ്പളം അവർ കട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ മനസ്സാക്ഷി ഇല്ലാത്ത രീതിയിൽ വളരെ അകന്നുകൊണ്ട്, മനസ്സകന്നുകൊണ്ട്, നേരത്തെ പറഞ്ഞ ഘടകങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിച്ചുകൊണ്ട് അത് ആ സ്ഥാപനത്തിന്റെ നാശത്തിലേക്ക് അത് എത്തൂ. ഇത് ഈ കമ്പനി മുതലാളിമാർ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോ പരസ്പര ബന്ധങ്ങളുടെ മനഃശാസ്ത്രത്തിന്റെ ഒരു സ്കോപ്പ് നിങ്ങൾ ആലോചിച്ചൊക്കെ, അത് രാഷ്ട്രത്തിലുണ്ട്, അത് കുടുംബത്തിലുണ്ട്, അത് സ്ഥാപനങ്ങളിലുണ്ട്, സംഘടനകളിലുണ്ട്, അന്താരാഷ്ട്ര ബന്ധങ്ങളിലുണ്ട്. അത്രയും സ്കോപ്പുള്ളൊരു വിഷയമാണ് ഇത് എന്നുള്ളതാണ്. ഇനി അവസാനത്തെ ഒരു ഘടകം കൂടി പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഘടകമാണ്. വൈകാരികമായ സ്ഥിരത, വൈകാരികമായ പക്വത. എന്തിനാണ് നമ്മളിങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്? ഭാര്യ ഒന്ന് പറയുന്നു, ഭർത്താവ് വേറൊന്ന് പറയുന്നു. ഉടനെ ഭാര്യ ഭർത്താവിനോട് ഭയങ്കര ഷൗട്ടിങ്ങാണ്, ഒച്ച വെക്കുന്നു, കണ്ണും ഉരുട്ടി ഭയങ്കര പരുക്കൻ വാക്കുകളിലൂടെ അവരെ മനസ്സിന് അഗാധമായ മുറിവേൽപ്പിച്ചുകൊണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ വികാരം എന്ന് പറയുന്നത് ഒരു സമുദ്രം പോലെയാണ്. എന്നാൽ വിവേകം എന്ന് പറയുന്നത് അതിലെ ഒരു കച്ചിത്തുരുമ്പ് മാത്രമാണ്. സമുദ്രം ഇല്ലേ, എന്താ സമുദ്രത്തിന്റെ സൈസ്, എന്താണ് അതിലെ വെള്ളം, അതിലൊരു കച്ചിത്തുരുമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അത്രയുള്ള വിവേകം. കാരണം ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ് വികാരങ്ങളുള്ളത്. നമ്മുടെ മനസ്സിന്റെ 95% സബ് കോൺഷ്യസ് മൈൻഡ് ആ സമുദ്രമാണ്, കടലാണ്. എന്നാൽ കോൺഷ്യസ് മൈൻഡ്, വിവേക ബുദ്ധി എന്ന് പറയുന്നത് വെറും 5% കച്ചിത്തുരുമ്പല്ലത്. അപ്പോ അതിവേഗം വൈകാരികതയിലേക്ക് എടുത്തു ചാടാൻ പറ്റത്തക്ക രീതിയിലാണ് നമ്മുടെ ഘടന, നമ്മുടെ ശരീരഘടന, മസ്തിഷ്ക ഘടന. ഇത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ വിവേകമുള്ള മനുഷ്യനായി മാറുന്നത്. അപ്പൊ വിവേകമുള്ള മനുഷ്യനെ ഉടനെ ആലോചിക്കണം, പടച്ചോനെ എന്താ പ്രശ്നം? വികാരം എന്ന് പറയുന്നത് സമുദ്രമാണ്, ഞാനിത് ആ സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയിരിക്കുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഉടനെ ഇരിക്കുക, നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക, നിങ്ങൾക്ക് കിടക്കാം, നിങ്ങൾക്ക് മുഖം കഴുകാം, നിങ്ങൾക്ക് ഒതുകൊടുക്കാം. ഇങ്ങനെയൊക്കെ വികാരത്തെ ശമിപ്പിക്കാൻ പല വഴികളുണ്ട്. ആ വഴികളിലൂടെ മുന്നോട്ട് പോയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വൈകാരിക സ്ഥിരത നിങ്ങൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. ഒന്ന് കുലുങ്ങിയാലും കുഞ്ഞായൻ കുലുങ്ങാത്തത് പോലെയുള്ള ഒരു മാനസികമായ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവണം, ഒരു വൈകാരിക സ്ഥിരത ഉണ്ടാവണം. മനസ്സിലായോ? ഈ മൂഡ്
എക്സ്ട്രീംസ് ഉണ്ടാവും. അത് ചില മനോരോഗികൾക്ക് ഉണ്ടാവുന്നതാണ്. ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്നതാണ്. ബൈപ്പോളാർ ഡിസോർഡർ, അത് ബ്രെയിനിൽ ന്യൂറോ കെമിക്കൽസിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന ഇംബാലൻസ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് ചിലർക്ക് ഉണ്ടാവും. അത് കൗൺസിലിങ്ങിലൂടെയും സൈക്കാട്രിക് ട്രീറ്റ്മെന്റിലൂടെയും ഒക്കെ മാറ്റേണ്ട കാര്യമാണ്. അത്തരം എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി നമ്മുടെയൊക്കെ കൂടെയുള്ള നമ്മുടെ മക്കളുടെ അടുത്തോ ഭാര്യയുടെ അടുത്തോ ആരെങ്കിലും അടുത്തോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൗൺസിലിങ്ങിന് വിധേയമാക്കി വേണ്ടുന്ന രീതിയിൽ മെഡിക്കേഷൻ കൊടുത്ത് വേറെ ചില പരിചരണങ്ങളിലൂടെ അവരെ നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയത്. ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയപ്പോ അവിടെ അവർ തമ്മിൽ തർക്കാണ്. അവിടെ ഒരു പെൺകുട്ടി ഉണ്ട്. ആ പെൺകുട്ടിയുടെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സഹോദരനുണ്ട്. ഉമ്മ പറയാണ് ഈ കുട്ടിക്ക് അങ്ങനെയുള്ള പ്രശ്നം. ആ കുട്ടി ഉറങ്ങാം, വീട്ടിനകത്ത് പകലാണ് നല്ല ഉറക്കത്തിലാണ്, കാരണം ഈ സെഡേഷൻ കൊണ്ടേ മനോരോഗിയാ. അപ്പൊ ഈ കുട്ടിയുടെ വാപ്പയും സഹോദരനും പറയുന്ന ഉള്ള അഹമ്മദിയാണ്. എങ്ങനെയുണ്ട്? അഹമ്മദി തീർക്കാൻ വേണ്ടി അവര് ചൂരലെടുത്തിട്ട് കുട്ടി അടിക്കുക. മനോരോഗം മൂർച്ഛിക്കുകയാണോ ചെയ്യുക അതോ മാറുകയാണോ ചെയ്യുക? ഒരു സംശയം വേണ്ട, അത് മൂർച്ഛിക്കും. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്നും. ആ ഉമ്മക്ക് കുട്ടിയെ അറിയാം. ആ ഉമ്മ പറയുന്നത് അവൾക്ക് ഈ രോഗമാണ്. അങ്ങനെ അവസാനം ഞാൻ അവരായിട്ട് സംസാരിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, നമ്മളൊരു രോഗിയെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഒരു മാനസികമായിട്ട് അസ്വസ്ഥതയുള്ള ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വളരെ ഫേവറബിളായ, വളരെ കൺഡ്യൂസീവായ, വളരെ ഡിസേറബിളായ ഒരു അന്തരീക്ഷമാണ്, ലാളനയാണ്, സ്നേഹമാണ്, പരിചരണമാണ്, സമാധാനവും സന്തോഷവും കിട്ടുന്ന ആളുകളാണ് കൂടെ വേണ്ടത്. ഒരു നിലക്കും ഒരു ടെൻഷനോ ഒരു സ്ട്രെസ്സോ ഒരു ആങ്സൈറ്റിയോ ഉണ്ടാകുന്ന ഒരു മുഹൂർത്തവും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അതുകൊണ്ട് കുറച്ചു കാലം, ദീർഘകാലം ഞാൻ നോക്കി അവരുടെ മെഡിക്കേഷന്റെ ഇത് പേപ്പർ വായിച്ചു നോക്കി. അപ്പൊ ബൈപ്പോളാർ ഡിസോർഡർ ആണ് അസുഖം. മൂഡ് വേരിയേഷൻസ് ആണ്. ചിലപ്പോൾ സന്തോഷം അമിതമായിട്ട്, ചിലപ്പോൾ ദുഃഖം അമിതമായിട്ട്. ബൈപ്പോളാർ ഡിസോർഡർ ആണ്. കൊടുത്തിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആന്റി ഡിപ്രസന്റ് ഗുളികളാണ് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ചു കാലം തുടർച്ചയായി കഴിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നോർമലാവും. പക്ഷെ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ സ്റ്റിഗ്മ അല്ലേ? എന്താ സോഷ്യൽ സ്റ്റിഗ്മ? ആളുകൾക്ക് ഇതൊക്കെ പറഞ്ഞ വഷളല്ലേ? എന്റെ മകൾക്ക് മാനസിക രോഗം, ഇതിന് നമുക്ക് ആൾക്കാർ പറയാൻ പോണേ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനാണ് ഏറെ പ്രശ്നം. കാരണം അവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അറിയോ അവളൊരു മനോരോഗിയായി മുദ്രകുത്തപ്പെടുമോ? അപ്പൊ ഇങ്ങനെയുള്ള മുദ്രകളെ പേടിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് ഡോക്ടറെ കാണിക്കാതെ എന്തെങ്കിലും മന്ത്രവാദികളൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള മൂഡ് വേരിയേഷൻസിനെ കണ്ടിട്ട് നിങ്ങൾ അമ്പരന്ന് പോവല്ല, മറിച്ച് അതിനെ വളരെ യഥാർത്ഥമായിട്ട് യാഥാർത്ഥ്യനിഷ്ഠയോടുകൂടി വളരെ ഒബ്ജക്റ്റീവായി, വസ്തുനിഷ്ഠമായി, ശാസ്ത്രീയമായ രീതിയിൽ അതിനെ സമീപിക്കുക. അതിന് പരിഹാരം ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതാണ് ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്ന ഘടകം. അപ്പോ നമ്മള് പരസ്പര ബന്ധങ്ങളുടെ ചാലക ശക്തികളായിട്ട് ചില കാര്യങ്ങൾ നമ്മളിപ്പോ ചർച്ച ചെയ്തു. ഒന്നാമത്തത് അടുപ്പം. അവൻ അവളോട് അടുപ്പത്തിലാണ്. പണ്ട് ഒരു മാപ്പിളപ്പാട്ടിലില്ലേ, ആ കത്തുപാട്ടിലില്ലേ ഒരു വരി, പെണ്ണിന്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ്. തിരുനാളിന് അപ്പൊ നമുക്ക് അവിടെ ആ നീഡ്സ് കോംപ്ലിമെന്റാലിറ്റി എന്നുള്ള സംഗതിയില്ലേ, ആവശ്യങ്ങളുടെ പൂർത്തീകരണം. അപ്പൊ പ്രവാസികൾക്ക് അതെങ്ങനെ പരിഹരിക്കാനാവും? എന്തായാലും വർഷത്തിൽ ഒരിക്കൽ നിങ്ങൾ പോയേ പറ്റും. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ തന്നെ നിങ്ങൾ വിഷ്വൽ മീഡിയയിലൂടെ, ഇപ്പോ ഈ ICT ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വളരെ ഉയർന്ന അവസ്ഥയിലാണുള്ളത്. എന്നും അവരുമായിട്ട് വിഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. ആ വിഷ്വൽ സംസാരത്തിലൂടെ നിങ്ങൾക്ക് കൈമാറാൻ പറ്റുന്ന ചില സംഗതികൾ നിങ്ങൾക്ക് കൈമാറാവുന്നതാണ്. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അതിനിടം കൊടുക്കുന്നവൻ വിഡ്ഢികളുടെ നേതാവ്, അവസരമാണ് അവളുടെ തെറ്റിന്റെ മാതാവ്, അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ വിഡ്ഢിയാവാതെ നോക്കുക, അവസരം കൊടുക്കാതെ നോക്കുക. എപ്പോഴും ഇൻസ്പെക്ഷൻ ഈസ് ട്രസ്റ്റ് ഈസ് ഗുഡ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കിക്കൊള്ളിട്ടാ. ഭാര്യയാണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി, നമ്മളെ തൊഴിൽ മേഖലയിലുള്ള നമ്മുടെ
ഓഫീസർ, നമ്മുടെ കീഴിലുള്ള ജീവനക്കാരാണെങ്കിലും ശരി, ട്രസ്റ്റ് ഈസ് ഗുഡ്, വിശ്വാസം നല്ലത് തന്നെ. ബട്ട് ഇൻസ്പെക്ഷൻ ഈസ് ബെറ്റർ. എന്നാൽ നിരീക്ഷണം ആണ് കൂടുതൽ നല്ലത്. നിങ്ങൾ മക്കളെ നിങ്ങൾ അന്ധമായി വിശ്വസിച്ചോളൂ. ട്രസ്റ്റ് ഈസ് ഗുഡ്, പക്ഷെ എന്താണ്, ഒരു ഇൻസ്പെക്ഷൻ വേണം. അവന്റെ സുഹൃത്തുക്കളെടുത്തോ അല്ലെങ്കിൽ അവന്റെ കോളേജിൽ പോയിട്ടോ ഒക്കെ തന്നെ ഇടയ്ക്കൊരു ഫോളോ അപ്പ്, അവരുടെ പിന്നെ അധ്യാപകരൊന്ന് വിളിച്ച് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ സ്ഥാപിച്ച് കൂടെ അവൻ അറിയാതെ ചില വിഷയങ്ങൾ ശേഖരിക്കണം. അവന് സ്മോക്കിംഗ് ഉണ്ടോ, ഡ്രഗ്സ് അടിക്കുന്നുണ്ടോ, അവൻ ക്ലാസ് കട്ട് ചെയ്യുന്നുണ്ടോ, അവന്റെ പേപ്പേഴ്സ് അതൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ നിങ്ങൾ പരമമണ്ടന്മാരായിട്ട് മാറും. നല്ല ഉദാഹരണങ്ങളുണ്ട്. ഇത് 4 കൊല്ലം എഞ്ചിനീയറിംഗിന് പഠിച്ചു കുറ്റിപ്പുറം BS കോളേജിൽ. അങ്ങനെ ഏതാണ്ട് 38 പേപ്പർ ഇയാൾക്ക് പിന്നെ പെൻഡിങ്ങിലാണ്, ബാക്ക് പേപ്പേഴ്സ് ആണ്. അയാൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സൗദി അറേബ്യ പോയി. വിജയശ്രീലനാണ് ഇതിനായി എന്ന് വ്യാജേന. മാതാപിതാക്കൾ ആ രീതിയിലുള്ള അത്ര വളർച്ച അവർക്കുള്ളൂ. സൗദി പോയി ഒരു ജോലി കിട്ടി. പക്ഷേ സംഗതി വശാൽ ജോലിയിൽ മുന്നോട്ട് പോകവേ ബിടെക്കിന്റെ സർട്ടിഫിക്കറ്റ് അനിവാര്യമായി വന്നു. അത് കൊടുക്കാൻ പറ്റില്ലോ. ഉടനെ ജോലി പോയി, അയാൾ തിരിച്ചു വന്നു. പക്ഷെ മാതാപിതാക്കൾ അറിയാതെ ഇയാളെ രഹസ്യമായിട്ടാണ് തിരിച്ചു വന്നത്. എന്നിട്ട് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ അയാൾ താമസിക്കാം. ഈ പേപ്പറുകളിൽ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കുകയാണ്, പരീക്ഷയ്ക്ക് കാത്തിരിക്കുക. അപ്പോഴാണ് കോവിഡ് വരുന്നത്. അങ്ങനെ അനിശ്ചിതമായിട്ട് ഇയാൾ ഇങ്ങനെ നീളാണ്. ഇയാള് റിമോട്ട് ഏരിയ അല്ലേ നമ്മളെ, പിന്നെ എന്താ പറയാ, റിഗൊക്കെ അല്ലേ, റിഗിലാണ് ജോലി എന്നാണ് ഈ രക്ഷാക്കൾ പറഞ്ഞിട്ടുള്ളത്. റിഗിൽ ജോലി ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വിളിച്ചാൽ കിട്ടില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മള് രക്ഷിതാക്കള് എപ്പോഴും തന്നെ നല്ല അകക്കണ്ണ് തുറന്നിരിക്കണം. നല്ല വഴി എന്താ വെച്ചാല് ഒരു ഇൻസ്പെക്ഷൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, 1 പ്രോക്സിമിറ്റി, 2 എന്താണ് നീഡ്സ് കോംപ്ലിമെന്റാലിറ്റി, ആവശ്യങ്ങളുടെ പൂർത്തീകരണം, 3 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ അവരുമായി സംഭാഷണങ്ങൾ നടത്താൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. 4 നന്നായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റിയാൽ ആറ്റിറ്റ്യൂഡ് സിമിലാരിറ്റി, ചിന്താഗതികളിൽ സമാനത ഉണ്ടാവും, കാഴ്ചപ്പാടിൽ സമാധാനം ഉണ്ടാവും. നമ്മുടെ മക്കള്, നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ മക്കൾക്ക് കിട്ടണ്ടേ, നമ്മുടെ പ്രത്യയശാസ്ത്രവും ആശയവും ദിശാബോധവും നമ്മുടെ മക്കൾക്ക് കിട്ടണ്ടേ, കുടുംബത്തിലുള്ളവർക്ക് കിട്ടണ്ടേ. അപ്പൊ അവരുമായി എപ്പോഴും ഒരു ആശയവിനിമയം നമ്മൾ തുറന്നുകൊണ്ടേയിരിക്കണം. അവരുടെ വിവാഹത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അവരുടെ കരിയറിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ, ഇതൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ആറ്റിറ്റ്യൂഡ് സിമിലാരിറ്റി ഉണ്ടാക്കി വരണം നമ്മൾ. അതുപോലെ തന്നെ എംപതി, സിമ്പതി പോരാ, എംപതി. എന്തെങ്കിലും അവസരം കിട്ടിയാൽ അത് ഉപയോഗിച്ചോളണം. അതിൽ കടന്നു കയറി അതിൽ റിയാക്ട് ചെയ്യാനായിട്ട്, ഒരു പങ്കാളിയാവാൻ വേണ്ടി. ആ പ്രശ്നം അപ്പൊ എന്നേക്കുമായുള്ള ഒരു ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ഒരു ബാങ്കിൽ നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം സ്നേഹമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്. നിങ്ങൾ എപ്പോ വേണമെങ്കിലും അത് വിഡ്രോ ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, തിരിച്ചു കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? അപ്പൊ അത് മനസ്സിലുണ്ടോ? പിന്നുള്ളത് ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ്, വൈകാരിക സ്ഥിരത എന്ന് പറയുന്ന സംഗതി. ആ മെച്യൂരിറ്റി നമ്മൾ കാണിക്കുക. ഇനി നമുക്കൊരു ചോദ്യോത്തര സെഷൻ വേണോ? അപ്പൊ നമ്മള് 1.5 മണിക്കൂറായില്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇവിടെ വൈൻഡപ്പ് ചെയ്യല്ലേ? പോസ്റ്റ് പറയട്ടെ. ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. വളരെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാട്ടോ. അവർക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുക. അവരുടെ അഭിപ്രായങ്ങൾ പറയാം, അവർക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം. ഞാൻ വളരെ ചുരുക്കി ഉത്തരം പറയാം. എന്റെ ആരോഗ്യസ്ഥിതി ഇച്ചിരി മോശം. ഞാനിങ്ങനെ ആന്റിബയോട്ടിക്സ് കഴിച്ചിട്ടുള്ള ഒരു സമയമാണ്. കാരണം പല്ലുവേദന വന്നിട്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തിയ പരിപാടി ഇപ്പത്തേക്ക് മാറ്റി. പല്ലുവേദന വന്നിട്ട് അത് കാൽമുട്ടിലേക്ക് ആ വേദന മാറി. ഇപ്പൊ കാൽമുട്ടിലാ വേദന. അതുകൊണ്ടാണ് ഞാൻ സോഫയിൽ ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക.
കുഴപ്പമില്ല, എനിക്ക് സംസാരിക്കാനൊന്നും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ചോദിച്ചോ. അതുപോലെ തന്നെ ഈ ഒരു സെഷനെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റുകളും വളരെ പ്രധാനമാണ്. അതെനിക്കൊരു പ്രോത്സാഹനമാണ്, നീഡ്സ് ആണ്. എന്റെ നീഡ് നിങ്ങൾ കോംപ്ലിമെന്റ് ചെയ്യണല്ലോ. എന്നാ പറഞ്ഞോളൂ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് റൈസ് ചെയ്യാൻ. അഞ്ഞൂറ്റാക്കി കൊടുത്തു പറയാൻ പറ്റും. കമന്റ്സുകൾ വരുന്നുണ്ട് മാഷ്, കമന്റ്സുകളായിട്ട് വരുന്നുണ്ട് ക്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള. എവിടെയൊക്കെയോ എന്റെയും കിളികൾ പറന്നുപോയി എന്ന് ഒരാൾ പറയുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നല്ല ക്ലാസ് ആയിരുന്നു, എനിക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. കുടുംബ വിഷയം നല്ല മാറ്റം ഉണ്ടാക്കും ഇൻഷാ അല്ലാഹ്. നൈസ് പ്രസന്റേഷൻ, താങ്ക് യു. വെരി ഗുഡ് സെഷൻ വിത്ത് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ്. കുറെ വനിതകളും പങ്കെടുത്തിട്ടില്ലേ ഇതില്? ഹലോ, ഉണ്ടോ വനിതകളെ തീർച്ചയായിട്ടും പങ്കെടുപ്പിക്കണം. സമൂഹത്തിന്റെ പകുതിയാണ് അവർ. നമ്മൾ വളരും, അവര് തളരും. അപ്പൊ പിന്നെ എങ്ങനെ ആറ്റിറ്റ്യൂഡ് സിമിലാരിറ്റി ഉണ്ടാവുക? തുല്യ അളവിൽ നാട്ടിലുള്ള നിങ്ങളുടെ ഭാര്യമാരെ ഇതിൽ പങ്കെടുപ്പിക്കണം. ഇനി മുതൽ ഇൻഷാ അല്ലാഹ് ഈ സെഷനിൽ ഫിറോസ് അത്ഹ ഇവിടെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് മിസ്സിസ് ഫിറോസ് അത്തയും പങ്കെടുക്കണം. മനസ്സിലായോ? നമ്മൾ ഇങ്ങനെ തോളോട് തോളിയേർന്ന് പോകണം, അല്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും. കാരണം നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് ഉൾക്കാഴ്ചകൾ നമ്മുടെ മക്കൾക്ക് ഗുണം ചെയ്യും. അല്ലെങ്കിൽ ഉമ്മമാരെ കുട്ടികൾക്ക് അതിവേഗം കബളിപ്പിക്കാനായിട്ട് സാധിക്കും. ചില തിരിച്ചറിവുകൾ ഉണ്ടാവണം നല്ലതാണ്. ഇപ്പോ ഈ ന്യൂ ജനറേഷൻ കുട്ടികൾ, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നതിനെ കുറിച്ചൊക്കെ ഗവേഷണ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. വളരെ കൃത്യമായി നിർണ്ണയിച്ചിട്ട് ഇന്ന പ്രശ്നങ്ങൾ. അതൊക്കെ വേറൊരു സെഷനിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. ഇനി ഒരുപാട് സെഷൻസ് നമുക്ക് ചെയ്യാട്ടോ. ധാരാളം സംഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളുകൾ തോറും അത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ വനിതകളെ നമ്മൾ ശരിയാക്കും. ഓക്കെ, നാട്ടിൽ നിന്നും ഒരു സംശയമുണ്ട്. എന്തോ ഒരു സംശയമുണ്ട്. പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. പിന്നെ എനിക്ക് ഈ ക്ലാസ് കിട്ടിയപ്പോ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനാവും എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഒരു സംഗതി പറയുന്നത് ഫുള്ള് മുഴിപ്പിക്കാതെ കേൾക്കാതെ തന്നെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. മനസ്സിൽ ഞാന് ചിലപ്പോ എനിക്ക് വേണ്ടി നല്ല കാര്യമായിരിക്കും പറയുന്നത്, പക്ഷെ ഞാനത് വേറെ രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് അത് ചിലപ്പോ പിന്നെ ഞാനിങ്ങനെ ഈസായി ചിലപ്പം വല്ലാണ്ട് പ്രഷറാവും. ഞാൻ ചിലപ്പോ അടിക്കാനൊക്കെ പോകും. ആ ഒരു രീതി ഒരുപാട് പ്രാവശ്യം ഞാൻ അത് മാറ്റം വരുത്തണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ്. പക്ഷെ എനിക്ക് മാറ്റം വരുത്താന് പെട്ടെന്ന് ആവുന്നില്ല. പെട്ടെന്ന് ദേഷ്യം വരും. പെട്ടെന്ന് ഒരാളൊരു സംഗതി പറഞ്ഞ അത് ഫുള്ളാക്കാൻ നേരമില്ലാണ്ട് ദേഷ്യം വരും. ഏത് കാര്യാലും. മുസമ്മിലാണോ? അഫ്സൽ സാഹിബ്, നിങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടത് അഫ്സൽ ഓക്കെ, നിങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടത്, ചിലപ്പോ ഭാര്യനോടൊക്കെ ദേഷ്യപ്പെടും. പരിഹാരമാണ്. പിന്നെ അത് 2 സെക്കൻഡ് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഡൗൺ ആവുകയും ചെയ്യും. അതിനുള്ള പരിഹാരമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ മെഡിറ്റേഷന് വിധേയമാവണം. മെഡിറ്റേഷൻ, പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്കിന് എല്ലാ ദിവസവും 10 മിനിറ്റ് നീക്കി വെക്കണം. കാരണം നിങ്ങളുടെ മൈൻഡ് ആണ് നിങ്ങൾക്ക് കൈവിടുന്നത്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൈമോശം വന്നു പോവാണ്. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഇച്ഛാശക്തി, അതിനു വേണ്ടുന്ന ഡിറ്റർമിനേഷൻ അതുണ്ടാവണം. വിൽ പവറും ഡിറ്റർമിനേഷനും ഉണ്ടാവണം. അപ്പൊ മനസ്സിനെ ശക്തിപ്പെടുത്താനുള്ള വഴി എന്താണ്? എത്രയോ പഠനങ്ങൾ പറയുന്ന ഒരുപാട് കോമൺ സംഗതികളിൽ ഒന്നാണ് എന്ത്? മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ മകൻ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് എല്ലാ ദിവസവും 10 മിനിറ്റ്. ഞാന് ഇപ്പൊ എനിക്ക് അസുഖം വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഞാൻ അങ്ങനെ പനിയൊക്കെ പിടിച്ചിട്ടേ ഒരു പനിപ്പ് ഇന്ന് രാവിലെ വിട്ടത്. ഇന്നത്തെ പരിപാടി ശരിക്കും മാറ്റി വെക്കേണ്ടതായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അൽഹംദുലില്ലാ രാവിലെ 7 മണിക്ക് ഒരു ഗുളിക പനഡോൾ കഴിച്ചോടുകൂടി
ഇതേവരെ പനിയില്ല. എനിക്കിത് എന്തെങ്കിലും നടത്തിയേ പറ്റൂ, കാരണം എനിക്കൊരു ക്രൈസിസ് ആണ് ഇത്തരം പരിപാടി. അതുകൊണ്ട് തന്നെ മാറ്റി വെക്കാതിരിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ ഇപ്പോ ഈ ഒരു 5-6 ദിവസം ഞാൻ ചെയ്തിട്ടില്ല. അല്ലാത്ത ദിവസങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇപ്പോ കുറച്ച് 1 മണിക്കൂറൊക്കെ ഒന്നുകൂടി ഉറങ്ങും. കാരണം ഇവിടെ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുന്നത്. നേരത്തെ ഉറങ്ങുമ്പോ പാതിരാക്ക് ഉണരുക. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഉണർന്ന് പിന്നെ ഉറക്കല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പരീക്ഷിച്ചു ഒരു 11:30 മണിക്ക് ഉറങ്ങിയിട്ട് ഒരു സുബഹിക്ക് മുമ്പ് എണീക്കുന്ന ഒരു സംഗതി. അത് നന്നായി വർക്കാവുന്നുണ്ട്. അതിനിടയ്ക്ക് എണീക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ ഓക്കെ, പറഞ്ഞെന്ന് വെച്ചാല് പിന്നെ അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ വീണ്ടും ഒന്നുറങ്ങി എഴുന്നേറ്റതിന് ശേഷം പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക് എന്ന് പറയുന്ന മെഡിറ്റേഷൻ നമ്മൾ വിധേയമാകുന്നു. അതെന്താന്ന് വെച്ചാൽ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സ്ട്രെസ് റിലീവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു പ്രായോഗിക രൂപം അത് നമ്മുടെ അഫ്സൽ സാഹിബ് അവരിൽ നിന്ന് കളക്ട് ചെയ്യാം. നമ്മുടെ ഹോസ്റ്റലിലെ ജലീലോ അല്ലെങ്കിൽ തൻവീർ സാഹിബോ ആരാണെന്ന് വെച്ചാൽ അവരിൽ നിന്ന് പേഴ്സണലായിട്ട് കളക്ട് ചെയ്യുക. അത് നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 100 ദിവസം ചെയ്യാം. പിന്നെ നിർത്തേണ്ടതില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നറിയോ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ മേലെ ഒരു കൺട്രോൾ കിട്ടും. അപ്പൊ പിന്നെ ഈ അനാവശ്യമായ ദേഷ്യം വരല് ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, 100 ദിവസമാണ് ഇതിന് വേണ്ടത്. അത് അതിനെന്താ വെച്ചാൽ ഒരു ന്യൂറോ പാത്വേ രൂപപ്പെടണം. അത് നമ്മുടെ പിന്നെ ജീനുകളിൽ എൻഗ്രേവ്ഡ് ആവും, ഉല്ലംഘനം ചെയ്യപ്പെട്ട അവസ്ഥ വരും. നമ്മുടെ ഒരു പുതിയ ഹാബിറ്റ്, ഒരു ശീലമായിട്ട് അത് മാറും. നമ്മൾക്ക് എല്ലാ ശരീരത്തിന്റെ അവയവങ്ങളെയും നമ്മുടെ നിയന്ത്രണത്തിൽ ഒതുക്കാൻ പറ്റുമെന്ന ഒരു ആത്മവിശ്വാസം നമുക്ക് കിട്ടും. അതുകൂടി കോപത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോ നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളെ മക്കളെടുത്തും നിങ്ങൾ ദേഷ്യം ആരൊക്കെ പഠിക്കണം അവരൊക്കെ എടുത്ത് അഡ്വാൻസ് ആയിട്ട് മുൻകൂർ ജാമ്യം എടുക്കുക. അവരോട് പറയാം, ഇത് എന്റെ ഒരു ദൗർബല്യമാണ് കേട്ടോ, ഇതെന്റെ ഒരു ജീർണ സ്വഭാവമാണ്, ഞാനിതൊന്ന് മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെട്ടോളന്നില്ല. കാരണം ശീലിച്ചതല്ലേ പാലിക്കാം. നിങ്ങളിങ്ങനെ ദേഷ്യം പിടിച്ച് ശീലിച്ചേ ഒരു പ്രോഗ്രാമഡായി. ഇനി ഈ പ്രോഗ്രാമിനെ ഡിലീറ്റ് ചെയ്തിട്ട് വേറെ പ്രോഗ്രാം സ്ഥാപിക്കണമെങ്കിൽ 100 ദിവസം വേണം. ഇതാണ് കാര്യം. അപ്പൊ അതുകൊണ്ട് ഇതിന് അനുകൂലമായിട്ട് നിങ്ങൾക്കൊരു ചുറ്റുപാട് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ഭാര്യ എടുത്തും നിങ്ങളുടെ ആരെടുത്താണ് നിങ്ങൾ ദേഷ്യം അവരോട് മുൻകൂറായിട്ട് പറയാം, എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഞാൻ അതിന് മോചനാൻ വേണ്ടിയിട്ട് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കൗൺസിലറുടെ ഉപദേശം ഞാൻ തേടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്കും വമ്പിച്ച മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ ദേഷ്യം അവര് പിന്നെ അതേ രീതിയിലെടുക്കുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഈ പിന്നെ മസിൽ റിലാക്സേഷൻ ടെക്നിക്ക് അയച്ചു കൊടുക്കൂല്ലേ നിങ്ങള് തൻവീർ സാഹിബേ? തീർച്ചയായും. ഓക്കെ. റിനാഫ്. ഹലോ. പറഞ്ഞു. അസ്സലാമു അലൈക്കും. അസ്സലാം. ആരാ? എന്റെ റിനാഫ്. റിനാഫ് ഇവിടെ കാണാനല്ലോ. മുഹമ്മദ് റിനാഫ്. ഓക്കെ. അതെ. ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ടാവില്ല. ഇപ്പൊ ചില ആൾക്കാര് ചില പ്രസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാവും. അപ്പൊ നമ്മളൊരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു ഗ്യാങ്ങിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ അവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. ചിലപ്പോ നമുക്ക് കുറെ കുറവുകൾ ഉണ്ടായിട്ട് നമ്മൾ തിരുത്തി നല്ല കുറവില്ലായിരിക്കും നമ്മൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ മറ്റുള്ളവരെന്ത് ചെയ്യും, അവരിലോട്ട് നമ്മൾ വലിക്കാൻ നോക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യും, നമുക്കത് ഒരിക്കലും അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാര്യം നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പഴയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പഴയ പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയോ നമ്മളിലോട്ട് കടന്നു വരും. അപ്പൊ ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും അവര്, അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാര് നോർമൽ ചിന്തിക്കും ഇവൻ മാറി നടക്കണ അല്ലെങ്കിൽ ഇവനൊരു വേറൊരു മൈൻഡാണ്. പിന്നെ അതിൽ തന്നെ ചില പ്രശ്നക്കാരായ സ്വഭാവക്കാരുണ്ട്. അവരെന്ത് ചെയ്യും, ഓരോ ആരോപണങ്ങൾ ഇല്ലാത്ത ഉന്നയിക്കും, അവൻ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ കൂട്ടത്തിലുള്ളവരെ കൂടുതൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് മൊത്തത്തിൽ ആ വ്യക്തിയെ പറ്റി ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ നല്ല രീതിയിൽ നടക്കുന്ന ആ വ്യക്തിക്ക് ആരാണോ ആ വ്യക്തിക്ക് ഒരു മാനസികമായിട്ടും ഒരു മൊത്തത്തിലൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ അത് ബുദ്ധിപരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഞാൻ എന്റെ ഒരു അനുഭവം കേട്ടോ പറഞ്ഞത്. മനസ്സിലായി. ശരിക്കും പിന്നെ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ ഉണ്ടാവേണ്ട ഒരു സംവിധാനമാണ് എന്ത് CPD സെഷൻസ് എന്ന് പറയുന്നത്, കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് സെഷൻസ്.
മനസ്സിലായി? ജോലി എടുക്കുന്ന സ്ഥലത്ത് ഓരോ ജീവനക്കാരനും വളർച്ച ഉണ്ടാവണം, അവരുടെ സ്കില്ലിലും അവരുടെ മനോഭാവങ്ങളിലും. അതുപോലെ തന്നെ അവർ നിരന്തരമായ മോട്ടിവേഷനും വിധേയമാവണം. ഇപ്പോ ഉദാഹരണം പറഞ്ഞാല്, ഒരു മനുഷ്യൻ ഒരു ദിവസം എത്ര തവണ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഉറങ്ങുന്നവരെ, ഉണർന്നിരിക്കുന്ന സമയത്ത് എത്ര ചിന്തകളാണ് മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ എത്ര എന്നറിയോ? 50 ലക്ഷമാണ്. അത് പിന്നെ റിസർച്ച് ഫൈൻഡിങ് ആണല്ലോ. ആവറേജ് 50 ലക്ഷം ചിന്തകളാണ്. ഈ 50 ലക്ഷം ചിന്തകളിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? അവനവനെ കുറിച്ചാണ്. അവനവന്റെ ആഹാരം, അവനവന്റെ വസ്ത്രം, അവനവന്റെ ആരോഗ്യം, ഇതാണ് അവനവൻ ചിന്തയാണ്. അതിലൊരു 5% നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജോലിയെ കുറിച്ചൊക്കെ ചിന്തിക്കും. നമ്മളെ 8 മണിക്കൂർ ജോലി സ്ഥലത്തുണ്ടെങ്കിൽ പോലും ചിന്ത 5% ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ഈ ചിന്തയുടെ ശതമാനം കൂട്ടണമെങ്കിൽ, ഇപ്പോ ജോലിയെ കുറിച്ചുള്ള ചിന്ത 5%-ൽ നിന്ന് ഒരു 10% മാറ്റണമെങ്കിൽ എന്ത് വേണമെന്ന് പറയുമോ? അതിനാണ് ഈ CPD സെഷൻസ് വേണ്ടി വരുന്നത്. കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് സെഷൻസിലൂടെ നന്നായി അവരെ ഉത്തേജിപ്പിച്ച്, പ്രചോദിപ്പിച്ച്, പ്രോത്സാഹിപ്പിച്ച്, അവർക്ക് ചില ഇൻസെന്റീവ്സും ചില പിന്നെ പ്രൊമോഷൻസും സാലറി ഇൻക്രിമെന്റും ഒക്കെ നൽകി, അങ്ങനെ വരുമ്പോ അവരെന്താണ്, അവർ ചാർജഡ് ആയിരിക്കും. അവരുടെ ചിന്ത, ജോലിയെ കുറിച്ചുള്ള ചിന്ത കൂടും, കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കൂടും, കമ്പനി കൂടുതൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. അപ്പൊ നിങ്ങളുടെ സ്ഥാപനത്തില് ഈ വിഷയം മാനേജ് ചെയ്യേണ്ടത് നിങ്ങളുടെ നേതാക്കന്മാരാണ്. നിങ്ങളുടെ സ്ഥാപനത്തെ ലീഡ് ചെയ്യുന്ന ആളുകൾ. പ്രശ്നമുള്ളൂ നിലവിൽ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പുള്ളിക്ക് ലോ പോസ്റ്റ് ആണ്. ഈ ലോ പോസ്റ്റിലുള്ള പുള്ളിക്ക് മറ്റുള്ളവരോടൊരു ഈഗോയും ഇതും വെച്ചിട്ട് ഒരു മൊത്തത്തിലുള്ള പ്രശ്നം. നമ്മളതിന് എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, സമരസപ്പെടാത്തത് കൊണ്ട് അവർക്ക് നമ്മളോട് ഒരു ഇത് തോന്നണം, പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാനും തയ്യാറില്ല. അതാണ് ആ വ്യത്യാസം. മുഹമ്മദ് റിനാഫ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, പലതരത്തിലുള്ള ആളുകളുണ്ട്. അതില് ഡീലിംഗ് വിത്ത് ഡിഫിക്കൽട്ട് പീപ്പിൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആളുകളുണ്ട്. അവരുടെ ബിഹേവിയറൽ പാറ്റേൺ അങ്ങനെ, നമുക്ക് ഡീൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള ചില ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുക. അയാൾ അങ്ങനത്തെ ഒരാളാണ് എന്ന വിലയിരുത്തലാണ് അവിടെ ഉണ്ടാവുക. കാരണം ജനറൽ ആയിട്ട് എല്ലാവർക്കും അറിയാം അയാളുടെ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അയാളെ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല. അയാളുടെ ആ ഒരു ചില പിന്നെ എന്താ പറയാ കേടുകളും കൊണ്ട് ഇങ്ങനെ നടന്നോളും എന്നുള്ളതാണ്. അപ്പോ ഡീലിംഗ് വിത്ത് ഡിഫിക്കൽട്ട് പീപ്പിൾ കാറ്റഗറി ആയിട്ടുള്ള ആളുകളെ ഒരു സവിശേഷമായ രീതിയിലാണ് നമ്മൾ സമീപിക്കേണ്ടത്. ജസ്റ്റ് ഇഗ്നോർ ദം, അവഗണിക്കുക. അവരുമായിട്ട് ആർഗ്യൂ ചെയ്യാനോ അവരെ നേരാക്കാനോ തൽക്കാലം വ്യക്തിപരമായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതില്ല. നിങ്ങൾ വെറുതെ തലമുണ്ടാവേണ്ട കാര്യമില്ല. നിങ്ങൾ മ്യൂട്ടിലാള് നല്ലോണം പുള്ളി എന്ത് ചെയ്യുന്ന വെച്ചാല് നല്ലോണം സംസാരിച്ചിട്ട് പുള്ളിക്ക് എന്ത് ചെയ്യും, എല്ലാരെയും കയ്യിലെടുക്കാനുള്ള ഒരു കഴിവുണ്ട് പുള്ളി. അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. പക്ഷെ അത് ഇല്ലാത്ത ആരോപണവും പറയും, എല്ലാം പറയുകയും ചെയ്യും. പക്ഷെ അതാണ് ഞാനത് പറഞ്ഞു തന്നെ, ഇഗ്നോർ ചെയ്യാന്നുള്ള സൊല്യൂഷൻ ആണല്ലേ അല്ലേ? അതിപ്പോ പറ്റുമോ? അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വേറൊരു ക്യാമ്പയിൻ അവിടെ തുടങ്ങാനുള്ള ഒരു ശേഷി ഒക്കെ ഉണ്ടാവണം അയാളെ കോമ്പീറ്റ് ചെയ്തിട്ട്. അത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഈ മനുഷ്യന്റെ ഒന്നാമതുള്ളത്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ജോലി വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മേലധികാരികൾ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യും, നിങ്ങളെ അഭിനന്ദിക്കും, നിങ്ങളെ ബഹുമാനിക്കും. സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് വരാനുള്ള ഒരു സാധ്യത കാണും. അപ്പൊ എപ്പോഴും തന്നെ അടുത്തൊരു മാനേജർ ആരെ ആക്കണം, അടുത്തൊരു സൂപ്പർവൈസർ ആരെ ആക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളുടെ പേരാ വരിക, മണിയടിച്ച് നടക്കുന്ന ആളുടെ പേരല്ല വരിക. അപ്പോൾ നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുക, നിങ്ങളുടെ ജോലി വളരെ ഭംഗിയായി ചെയ്യുക, നിങ്ങൾ സ്വയം അതിൽ പഠിക്കണം. എന്താണ് ആ ജോലി, അതിന്റെ സ്കില്ല്, കോമ്പറ്റൻസുകൾ, അതിന്റെ നോളജ്, ഇൻഫർമേഷൻസ്, അതെല്ലാം നന്നായി പഠിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ പെർഫോം ചെയ്യുക. അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ അറിയാതെ തന്നെ അവിടെ ഒരു അപ്രമാദിത്വം വരും. അപ്പൊ നിങ്ങളുടെ സ്ഥാപനത്തിലെ ലീഡർഷിപ്പും നിങ്ങളെ ഓണർ ചെയ്യും. ആ ഓണർ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ ആയിരിക്കും. അങ്ങനെ പ്രൊമോഷൻ ആയിട്ടൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ കക്ഷിയെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. തൽക്കാലം നിങ്ങൾ അതുമായിട്ട് കൊമ്പോർത്ത് അയാളെ കുറിച്ച് ചിന്തിച്ച് വെറുതെ സമയം പാഴാക്കേണ്ടതില്ല. ഇഗ്നോർ ദ ഡിഫിക്കൽട്ട് ടു മാനേജ് പീപ്പിൾ ആണ് ബെസ്റ്റ് പോളിസി. ഈ കാര്യം
ഹലോ നമ്മള് ഒരു ലാസ്റ്റത്തെ ഒരു ഇതുകൂടി ഫിറോസ്. ഹലോ, അസ്സലാമു അലൈക്കും. ഷിസാറിന്റെ ക്ലാസ് ഞാൻ ആദ്യം കേൾക്കാറുണ്ട്. അൽഹംദുലില്ലാ, വളരെ നല്ല ക്ലാസ് ആണ്. എനിക്ക് മാത്രമല്ല ഇതിൽ കേൾക്കുന്ന പല ആളുകൾക്കും. എന്റെ ബ്രദറാണ് ഈ ഒരു ലിങ്ക് എനിക്ക് അയച്ചെടുത്ത്. എന്റെ ബ്രദർ ഈ ഗ്രൂപ്പിലുണ്ട്, ഫർഷാദ് അത്ത. ഞാൻ ഈ പറയാൻ പോകുന്നത്, സാറിന്റെ ക്ലാസ്സുകളിലൊക്കെ കിട്ടുന്ന ഇത്തരം അറിവുകൾ ഞാൻ മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിപ്പോ സിറ്റുവേഷൻ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയിട്ട് പോലും അത്തരം കാര്യങ്ങൾ പകർന്നു കൊടുക്കാറുണ്ട്. ഞാനിപ്പോ പറഞ്ഞു വരുന്നത്, ഇതെന്റെ ഭാര്യയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിയുന്നില്ല. അതായത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ അങ്ങനെ ഒരു ഭാര്യ, ഞാനും എന്റെ കെട്ടിയവനും തട്ടാനും കുട്ടിയോളെന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അത്തരം സാറിപ്പോ കുറച്ചു മുമ്പ് എന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത ക്ലാസ്സിന് മിസ്സസിനെ കൂടി പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആ അത്തരം കാര്യങ്ങൾ അവളിലേക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് കഴിയുന്നില്ല. ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാണ്ട് അങ്ങനെ അങ്ങ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് അവളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇതാണ് അതെ. അല്ല, ഇങ്ങനത്തെ ഒരു കാര്യങ്ങള് സോഷ്യൽ കമ്മിറ്റ്മെന്റ് താല്പര്യമില്ല, അവർക്ക് താല്പര്യമില്ല, അതാണ് കാര്യം. അതെ അതെ. അത് പിന്നെ എന്ത് വേണമെന്ന് വെച്ചാല്, ഏതെങ്കിലും പരിപാടികൾ അവർ മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? നല്ല നല്ല പങ്കെടുക്കുന്ന നല്ല വിദ്യാഭ്യാസം ഉള്ളതാണ്. BA ഇംഗ്ലീഷ്. അവര് എന്തോരം പഠിച്ചിട്ടുണ്ട്? BA ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചതാണ്, പൂർത്തീകരിച്ച. ജോലി ചെയ്യുന്നുണ്ടോ? നല്ല വിദ്യാഭ്യാസം. ഇല്ല, ജോലി ചെയ്യുന്നില്ല. ട്രൈ ചെയ്യുന്നുണ്ട്. മക്കൾ എത്ര പേരുണ്ട്? മക്കൾ ഒരാള്, ഒരു പെൺകുട്ടി. ഒരാള്. ഓക്കെ. ഈ പിന്നെ ഏത് പരിപാടിയിലാണ് അവർ പങ്കെടുത്തത്? നല്ലൊരു പരിപാടി പങ്കെടുത്തുന്ന ഏതാണ്? നാട്ടിലെ ഖുർആൻ ക്ലാസ്സിനൊക്കെ പങ്കെടുക്കലുണ്ട്. ഈ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഒരു താല്പര്യമുണ്ടോ? അത്തരത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എങ്കിലും നിങ്ങളുടെ സ്നേഹസമ്മർദ്ദത്തിന്റെ പേരിൽ പങ്കെടുക്കുന്നതല്ലേ അവര്? അതെ, പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ എന്തെങ്കിലും റിവാർഡ് അവർക്ക് കൊടുക്കുക. മനസ്സിലായോ? എന്തെങ്കിലും റിവാർഡ്സ് കൊടുക്കുക. നമ്മൾ പിള്ളേരുടെ അടുത്ത് ചെയ്യാറില്ലേ, എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കുക. പിന്നെ അവരെ ഇടക്ക് ഇപ്പൊ ഈ ടെലിഫോണിൽ കൂടെ ഒക്കെ വിളിച്ച് സംസാരിക്കുമ്പോ പിന്നെ നിങ്ങൾ പറയുന്നതിനെ ഒരു സർക്കാസ്റ്റിക് ആയിട്ട് ഒരു പരിഹാസ്യതയോട് കൂടിയിട്ടാണ് കാണുന്നെങ്കിൽ വലിയ പ്രയാസമായിരിക്കും അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇപ്പോ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കുറെ കൂടി മെച്ചപ്പെടും, കുറെ കൂടി നല്ല രീതിയിൽ നമുക്ക് മക്കളെ മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ നീഡ്സ് കോംപ്ലിമെന്റാലിറ്റി എന്നുള്ളൊരു വിഷയം പറഞ്ഞപ്പോൾ ഞാൻ ബോധപൂർവം വിട്ടുപോയ ഒരു കാര്യമാണെന്ത്, സമയമില്ലാത്തതുകൊണ്ട്. ഒരു പാരന്റ് എന്ന നിലയിൽ, ഒരു മാതാവ്, ഒരു പിതാവ് എന്ന നിലയിൽ കുട്ടികളോടുള്ള ഉത്തരവാദിത്വത്തിൽ പ്രധാനമാണെന്ത്, കരിയർ ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്പർ 1, ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, IAS ഓഫീസർ ആവണോ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണോ, പൈലറ്റ് ആവണോ, അധ്യാപകനാവണോ, ആർക്കിടെക്ചറൽ എഞ്ചിനീയർ ആവണോ, എന്താവണം? ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും പൊട്ടൻഷ്യൽ കാലിബറും വെച്ചുകൊണ്ട് ഈ കുട്ടിക്ക് ഏത് ഗോളാണ് സെറ്റ് ചെയ്യേണ്ടത്, അതിൽ പാരന്റ്സുമായി ഒരു ഡിസ്കഷൻ 3ാം ക്ലാസ് മുതൽ എബോവുള്ള കുട്ടികളായിട്ട് നടത്താൻ പറ്റുന്ന കാര്യം ഇത്. അപ്പൊ അങ്ങനെ നടത്തുമ്പോ ആ കുട്ടിക്ക് ഒരു ദിശാബോധം ഉണ്ടാവും. അപ്പൊ ആ കുട്ടിക്ക് കളക്ടർ ആവണം, ഞാൻ ഉദാഹരണം പറയാം, കളക്ടർ ആവണം എന്ന് കരിയർ ഗോള്, ഡ്രീം കരിയർ ഗോള് സെറ്റ് ചെയ്തു. അതുകൊണ്ട് കാര്യം നടക്കുമല്ല. അപ്പൊ എന്ത് വേണം? തുടർന്ന് വേണ്ടത് അക്കാഡമിക് ഗോൾ സെറ്റ് ചെയ്യണം. അക്കാഡമിക് ഗോൾ എന്ന് പറഞ്ഞാൽ ഓരോ വിഷയത്തിലും ഈ കുട്ടിക്ക് കിട്ടുന്ന മാർക്ക് A+ ഗ്രേഡ് ആയിരിക്കണം. അപ്പൊ ആ അർത്ഥത്തിൽ കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കണം. കുട്ടിയാണ് പറയണത് എനിക്ക് കളക്ടർ ആവണമെന്ന്, പാരന്റ്സ് പറയാണ് മോളെ ആയിക്കോ, മോനെ ആയിക്കോ, ഞങ്ങൾ തന്നെ പിന്തുണക്കാം. ആ പിന്തുണ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വിഷയത്തിലും 10 വിഷയം ഉണ്ടെങ്കിൽ 10 വിഷയത്തിലും മന്ത്ലി ടെസ്റ്റിനും ഫസ്റ്റ് ടൈമിൽ എക്സാമിനും ആനുവൽ എക്സാമിനും ഒക്കെ തന്നെ A+ ഗ്രേഡ് ടാർഗറ്റ് ചെയ്യണം. അതിനുശേഷം അതിനുവേണ്ടി പോരാടി ആ ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്യണം. അച്ചീവ് ചെയ്തതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പുനഃപരിശോധിച്ച് അടുത്ത ടേമിൽ അത് മെച്ചപ്പെടുത്താനുള്ള സപ്പോർട്ട് കൊടുക്കണം. ഇങ്ങനെ ഒരു കൊളാബറേഷനിലും അവരെ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടോ സമ്മർദ്ദം ചെലുത്തിയിട്ടോ അവരെ പ്രഷറൈസ് ചെയ്തിട്ടോ അല്ല, മറിച്ച് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു കൊളാബറേഷനിൽ പോകണം. അവിടെ മാതാവിന്റെയും പിതാവിന്റെയും കുട്ടിയുടെയും ട്രാങ്കുലേഷൻ നടക്കണം. മനസ്സിലായോ? ആ ട്രാങ്കുലേഷൻ നടക്കണം. അപ്പോ പിന്നീട് പേഴ്സണൽ ഡെവലപ്മെന്റ് ഗോളുകൾ സെറ്റ് ചെയ്യണം. പാടാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യണം, വരക്കാനുള്ള കഴിവ്, പ്രസംഗിക്കാനുള്ള കഴിവ്, അഭിനയിക്കാനുള്ള കഴിവ്.
ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവ്, പലതരത്തിലുള്ള കഴിവുകളെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. അതിൽ ഏതാണ് ഈ കുട്ടിക്കുള്ളതെന്ന് വെച്ചാൽ അതിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യണം. ഇങ്ങനെ ഇവരുടെ കരിയർ ഗോളും അക്കാഡമിക് ഗോളും പേഴ്സണൽ ഗോളും സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് അവരുടെ കുട്ടികളുടെ വലിയൊരു നീഡാണ്. അത് കോംപ്ലിമെന്റ് ചെയ്ത് കൊടുത്താൽ ആ കുട്ടികൾക്ക് നമ്മളോട് ജീവിതകാലം മുഴുവൻ തീർത്താൽ തീരാത്ത കടപ്പാടും സ്നേഹമായി. ഇങ്ങനെയൊക്കെയുള്ള സെഷൻസിൽ ഉന്തി തള്ളിയിട്ട് ഇങ്ങനെ ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഒരു പ്രാവശ്യം ഒന്ന് പങ്കെടുപ്പിച്ച് നോക്ക്. പിന്നെ അവർ പറയും എവിടെ പരിപാടി നിങ്ങൾ പറയണെന്ന് പറയും. അപ്പൊ അവർക്കൊരു നല്ല ഒരു ക്ലാസ്സിൽ നിങ്ങൾ അവർ എത്തിക്കണം. അതിന് ടാക്ടിക്സ് ഉപയോഗിക്കണം. എന്താ ടാക്ടിക്സ്? ഒരു മോതിര എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക്, അല്ലെങ്കിൽ നല്ല ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്ക്, അല്ലെങ്കിൽ നല്ല ചുരിദാർ വാങ്ങിക്കൊടുക്ക്, അല്ലെങ്കിൽ പൈസ കൊടുക്ക്. അപ്പൊ എന്തായാലും ഉണ്ടാവും. കാരണം റിവാർഡാണ്. റിവാർഡിങ് എന്നുള്ളത് ഒരു എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. പുറത്തുനിന്നുള്ള ഒരു പ്രചോദനമാണ്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള പ്രചോദനമാണ്. അത് ഇൻട്രിൻസിക്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ പറഞ്ഞാൽ മറ്റുള്ള പുറത്തുനിന്ന് കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ടാക്ടിക്സ് ഉപയോഗിക്കും. അങ്ങനെ 2-3 തട്ടം ചെയ്യുമ്പോഴത്തേക്ക് ശരിയാവും. അതെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഹോസ്റ്റ് എന്തായാലും ഒരുപാട് ശാരീരിക പ്രയാസങ്ങളൊക്കെ അവഗണിച്ചിട്ടാണ് മാഷ് ഇത്രയും സമയം നമ്മളുമായിട്ട് സംവദിച്ചിട്ടുള്ളത്. പിന്നെ വളരെ നന്ദി. പിന്നെ മാഷെ തുടർന്നും ഇത്തരം പരിപാടികൾക്ക് നിങ്ങളുടെ സമയം ഉണ്ടാവണമെന്ന് ആദ്യമായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ എല്ലാ ആളുകളും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് സാറിന്റെ മുന്നേയുള്ള പരിപാടികളൊക്കെ, പ്രോഗ്രാമുകളൊക്കെ. ഇൻഷാ അല്ലാഹ് എന്തായാലും വളരെ ഒരു പ്രയാസമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. നാട്ടിലൊരു വിമാനാപകടത്തിന്റെ ഒരു വാർത്തയിൽ കൂടി. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ പരിപാടിയുടെ നന്ദി പ്രകാശനത്തിനായി സോഷ്യൽ ഫോറം ഒമാൻ ഘടകം സാജിർ സാഹിബിനെ ക്ഷണിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സോഷ്യൽ ഫോറം ഒമാൻ സംഘടിപ്പിച്ച പരസ്പര ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞങ്ങളോട് സംസാരിച്ച പ്രശസ്ത ട്രെയിനറും കൗൺസിലറും മോട്ടിവേഷൻ സ്പീക്കറും അതോടൊപ്പം മോഡൽ സ്കൂൾ ഓഫ് അബുദാബിയുടെ ഹെഡ് മാസ്റ്ററും കൂടിയായ അബ്ദുൾ റഷീദ് സാഹിബിനും ഈ പരിപാടിയിൽ ക്ഷണം സ്വീകരിച്ചെത്തിയ മുഴുവൻ സഹോദരന്മാർക്കും സോഷ്യൽ ഫോറം ഒമാന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വെബിനാർ അവസാനിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.